ഹായ് ഓൾ, വെൽക്കം ടു IAS ഫാക്ടർ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈം ആൻഡ് വർക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈം ആൻഡ് വർക്ക് നോക്കി. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു, ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ PYQ ചെയ്യണം, അതുപോലെ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ പാർട്ട് 2 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ഇന്ന കമ്പനി, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇന്ന കമ്പനി 12 എംപ്ലോയീസ് ക്യാൻ മേക്ക് എത്രയാ 111 ക്യാൻഡിൽസ് in a given time. Okay, how many people will have to be employed to make a 148 candle at the same time? അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ഇവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, M1 എന്താണ്, M1 H1 E1 പിന്നെന്താ D1 ഡിവൈഡ് ബൈ W1 ഈക്വൽ ടു M2 H2 M2 H2 E2 എഫിഷ്യൻസി ആണ് E2 പിന്നെ ഡേയ്സ് D2 ഡിവൈഡ് ബൈ W2. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ പ്രോബ്ലം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 111 ക്യാൻഡിൽസ് ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്തൊക്കെയാണ്? ഇന്ന കമ്പനി 12 എംപ്ലോയീസ്, അപ്പോൾ ഇവിടെ M തന്നു 12 എംപ്ലോയീസ്, പിന്നെ ക്യാൻ മേക്ക് 111 ക്യാൻഡിൽസ്. അപ്പോൾ ഇവിടെ എന്താ 111 എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് പെടും? ഏതായിട്ടാണ് പെടുക? H എഫിഷ്യൻസി, അതുപോലെ ഡേ, ഇതൊന്നും അല്ലല്ലോ, W ആയിട്ടാണ് ഇവിടെ വരിക. വർക്കാണ് 111 ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വർക്കാണ് മീൻ ചെയ്യുന്നത്. അതുപോലെ നെക്സ്റ്റ് എന്താ, ഹൗ മെനി പീപ്പിൾസ് വിൽ ഹാവ് ടു മേക്ക് എന്താ എംപ്ലോയിഡ് ടു മേക്ക്, അതായത് ഹൗ മെനി പീപ്പിൾ, അപ്പോൾ അത് എത്രയാണെന്ന് അറിയില്ല, അതാണ് M2. ടു മേക്ക് 100 എത്രയാണ് 148 ക്യാൻഡിൽസ്, 148 ക്യാൻഡിൽസ് ആണ് മേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതെന്താണ് W2, 148 W2 ആണ്. 148 ക്യാൻഡിൽസ് മേക്ക് ചെയ്യണം. അപ്പോൾ വർക്കല്ലേ അവിടെ മീൻ ചെയ്യുന്നത്? എത്രയാ 111 എന്ന് പറഞ്ഞത് വർക്കാണ്, ആദ്യത്തെ വർക്കാണ്. അതുപോലെ 148 എന്ന് പറയുന്നത് രണ്ടാമത്തെ വർക്കാണ്. അപ്പോൾ ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് മാത്രം, തന്നിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ എന്ത് തന്നു? M തന്നു, M1 തന്നു, അതുപോലെ W1 തന്നു. ആ ക്വാണ്ടിറ്റി മാത്രം നമുക്ക് മതി. ഈക്വൽ ടു എന്താണ് M2 ഡിവൈഡ് ബൈ എന്താണ് W2. ഒരു സൈഡിൽ തന്നിട്ടുള്ള ക്വാണ്ടിറ്റി മറ്റു സൈഡിൽ നമ്മൾ എടുക്കണം. അപ്പോൾ എന്താ ഇവിടെ M1 എന്ന് പറയുന്നത് എന്താണ്? എത്ര ആൾക്കാരാണ്? 12 ആൾക്കാരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. എംപ്ലോയീസ് എത്രയാണ്? 12 ആണ്. ഡിവൈഡ് ബൈ 111, ഇതാണ് ഫസ്റ്റത്തെ വർക്ക്. ഈക്വൽ ടു M2 നമുക്കറിയില്ല, M2 ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ M2 ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഡിവൈഡ് ബൈ എത്രയാണ്? W2 എന്ന് പറഞ്ഞാൽ എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യണം? എത്രയാണ്? 148 ആണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ ഇവിടുന്ന് നമ്മൾ ഡയറക്റ്റായി നമുക്ക് M കണ്ടുപിടിക്കാമല്ലോ, M2. അതായത് M2 ഈക്വൽ ടു എന്ത് കിട്ടും? M2 ഈക്വൽ ടു M2 ആണിത്. M2 ഈക്വൽ ടു ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുന്നു. സോ എന്ത് കിട്ടും? 12 ഇൻറ്റു 148 ഡിവൈഡ് ബൈ 111. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് വെച്ച് കട്ട് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ എന്ത് വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യാൻ പറ്റുക? ഇവിടെ നോക്കിയാൽ ഇത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 12 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, നമ്പർ സിസ്റ്റം എന്ന ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. 3ൻ്റെ മൾട്ടിപ്പിൾ ആവാൻ, അതായത് 3 ഒരു നമ്പറിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ എന്തായിരിക്കണം? അതെങ്ങനെ മനസ്സിലാക്കും നമ്മൾ? 3നെ കൊണ്ട് ഡിവിസിബിൾ ആവുന്നുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതിൻ്റെ ഡിജിറ്റിൻ്റെ സമ്മ് നോക്കിയാൽ അത് 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, 111 എന്ന് പറയുന്നത് 111, ഇത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടില്ലേ? 3 കിട്ടും. അപ്പോൾ അതെന്തായാലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇതിനെ 3 വെച്ച് കട്ട് ചെയ്യാം. എന്ത് കിട്ടും? 4 കിട്ടും. ഇവിടെ കട്ട് ചെയ്താൽ 3 വെച്ച് കട്ട് ചെയ്യുന്നു, അപ്പോൾ 37 എന്ന് കിട്ടും. ക്ലിയർ? 37 ആണെന്ന് കിട്ടും. ഇനി നമുക്ക് 37 വെച്ച് കട്ട് ചെയ്താലോ? 37 വെച്ച് കട്ട് ചെയ്താൽ 37 ഇൻറ്റു എത്ര കിട്ടും? 37 ഇൻറ്റു 4 ആണ്. 4 നോക്കിയാലോ? 37 ഇൻറ്റു 4 എത്രയാണ്? 148 അല്ലേ? അതായത് 7 ഇൻറ്റു 4 28 ആണ്. അപ്പോൾ ഇത് 148 എന്ന് പറയുന്നത് 37 ഇൻറ്റു 4 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 16 ആണെന്ന് കിട്ടും. M2 ഈക്വൽ ടു 16. അപ്പോൾ നമ്പർ ഓഫ് എംപ്ലോയീസ് എത്രയാ ആവശ്യമുള്ളത്? ഹൗ മെനി പീപ്പിൾസ് വിൽ ഹാവ് ടു എംപ്ലോയിഡ് ടു മേക്ക് 148 ക്യാൻഡിൽസ്? എത്രയാണ്? 16 പേഴ്സൺസ് ആണ് ആൻസർ കിട്ടുക. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് നോക്കാം. ഇഫ് 2 men or, അപ്പോൾ ഇവിടെ എന്താ തന്നിൽ? 2 men or ആണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ് പറഞ്ഞു എന്താ ഓർ വന്നിട്ടുള്ള പ്രോബ്ലം ഉണ്ടെന്ന്. അപ്പോൾ 2 men or 3 women. അപ്പോൾ എന്താ 2 men or എന്ന് പറഞ്ഞാൽ എന്താ? 2 men ഈക്വൽ ആണ് 3 women. ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 30 days. അവർ 30 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ
ഫൈൻഡ് ചെയ്യേണ്ട എന്താ, ദെൻ ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ 6 men and 1 woman be able to complete the same work? 6 men plus 1 woman can complete a work. Okay, 1 woman can complete a work. ഇതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യും? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടുന്ന് ഈ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. അതായത് ഇവരുടെ റേഷ്യോ അത് നമ്മൾ എന്താ എഫിഷ്യൻസി ആയിട്ട് എടുക്കും. അപ്പോൾ M/W എന്ന് പറയുന്നത് എന്താണ്? M/W ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 3/2 എന്ന് കിട്ടില്ലേ? 3/2 ആണെന്ന് കിട്ടും. ക്ലിയർ? അങ്ങനെ കിട്ടുമല്ലോ. ഇനി നമ്മൾ നോക്കിയാൽ ടോട്ടൽ വർക്ക്. അപ്പോൾ ഇവർ എന്താ 2 men അല്ലെങ്കിൽ 3 women കൂടിയിട്ട് എത്രയാ 30 days വർക്ക് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വർക്ക് ഈക്വൽ ടു 2 men 2 men. അപ്പോൾ ഒരു മാനിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 ആണ്. ഒരു മാൻ ഒരു ഡേ ചെയ്യുന്ന വർക്ക് 3 ആണ്. അപ്പോൾ 2 men ഉണ്ട്, 2 men ഉണ്ട്. അപ്പോൾ എന്താവും? ഇൻറ്റു 2 ചെയ്താൽ ടോട്ടൽ 2 പേരും കൂടി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടും. ഒരാൾ 3 വർക്കാണ് ചെയ്യുന്നത്, എഫിഷ്യൻസിയാണിത്. ഒരാൾ 3 വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ 2 പേര് കൂടി ടോട്ടൽ 3 × 2 ആണ് വർക്ക് ചെയ്യുക, ഒരു ദിവസം ചെയ്യുന്ന വർക്ക്. അങ്ങനെ അവർ 30 ഡേ വർക്ക് ചെയ്താൽ എന്താ ടോട്ടൽ ഫിനിഷ് ആവും. ഓക്കെ, അതായത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 3 ആണ് ഒരു മാനിൻ്റെ എഫിഷ്യൻസി. അങ്ങനെ 2 ആൾക്കാരുണ്ട്. അപ്പോൾ 3 × 2. അങ്ങനെ അവർ എത്ര ഡേയ്സ് വർക്ക് ചെയ്യും? 30 days വർക്ക് ചെയ്യും. സോ എന്ത് കിട്ടും? 6 × 30 ദാറ്റ് ഈസ് 180 ആണ് ടോട്ടൽ വർക്ക് എന്ന് പറയാം. 180 ആണ് ടോട്ടൽ വർക്ക്. ക്ലിയർ? അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഇവിടെ നോക്കിയേ, 6 men plus 1 woman. അപ്പോൾ ഇവരുടെ ടോട്ടൽ എഫിഷ്യൻസി നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഒരു ദിവസം എത്ര ഇവർ ടോട്ടൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഫൈൻഡ് ചെയ്യണം. സോ 6 ആൾക്കാർ ഇൻറ്റു അവരുടെ എഫിഷ്യൻസി എത്രയാണ്? ഒരു മാനിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 3 ആണ്. പ്ലസ് 1 ഇൻറ്റു ഒരു വുമണിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 2 ആണ്. സോ ഇവിടെ നമുക്ക് കിട്ടുക 6 × 3 18 പ്ലസ് 1 × 2 2. ക്ലിയർ? ഈക്വൽ ടു 20 ആണ് കിട്ടും. അപ്പോൾ ഇവരുടെ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 20 ആണ്. സോ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിവൈഡ് ബൈ അവരുടെ എഫിഷ്യൻസി 20 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 9 days കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. 9 days. ക്ലിയർ? ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ഇത് നോക്കിയാൽ എ അലോൺ ക്യാൻ കംപ്ലീറ്റ് 2/5 ഓഫ് എ ടാസ്ക് ഇൻ 12 days. അപ്പോൾ എ അലോൺ ക്യാൻ കംപ്ലീറ്റ്, അതായത് നമ്മളിവിടെ എഴുതിയാൽ എ അലോൺ ക്യാൻ കംപ്ലീറ്റ് എത്രയാ? 2/5 ടാസ്ക് എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം? 12 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. 12 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് 2/5 വർക്കാണ് കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച പോലെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ടോട്ടൽ വർക്ക് എത്രയാണ്? ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഡേയ്സ് എടുക്കും? അതായത് 12 ഇൻറ്റു ഡിനോമിനേറ്ററുള്ള വാല്യൂ അങ്ങോട്ട് എടുക്കുക 5 ഡിവൈഡ് ബൈ ന്യൂമറേറ്ററുള്ള വാല്യൂ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 × 5 ദാറ്റ് ഈസ് എന്താണ്? 30 ആണ്. 30 days ആണ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുക. ക്ലിയർ? എ കംപ്ലീറ്റ് ചെയ്യാം, ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 30 days എടുക്കും. നെക്സ്റ്റ് എന്താ പറയുന്നത്? വൈൽ ബി അലോൺ ക്യാൻ കംപ്ലീറ്റ് എത്രയാണ്? 3/4 വർക്ക് സെയിം ടാസ്ക് ഇൻ 25 days. 3/4 25 days ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എത്രയാണ്? ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഡേയ്സ് എടുക്കുന്നത് എത്രയാണ്? എത്ര ഡേയ്സ് എടുക്കും? 3/4 ആണ് പറഞ്ഞത്, 25 days. അപ്പോൾ 25 ഇൻറ്റു ഡിനോമിനേറ്ററിലുള്ള വാല്യൂ 4 ആണ്, ന്യൂമറേറ്ററിലുള്ള വാല്യൂ 3 ആണ്. അപ്പം ഇങ്ങനെ എഴുതാം. സോ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് ചെയ്യുമ്പോൾ നമുക്ക് 100 ഡിവൈഡ് ബൈ 3 ആണെന്ന് കിട്ടും. ക്ലിയർ? 100 ഡിവൈഡ് ബൈ 3 days. ഇത്രയും ഡേയ്സ് ആണ്. അപ്പോൾ ഇത് നമ്മൾ എന്താ 33.33 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, 100 ഡിവൈഡ് ബൈ 3 എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് 2 വാല്യൂസ് കിട്ടി. എന്താണ്? എ എന്ന് പറയുന്നത് എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? 30 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ബി എന്ന് പറയുന്നത് എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? 100/3 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ? അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവരുടെ എഫിഷ്യൻസി നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്ന പോലെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ LCM എന്തായിരിക്കും? 3ൻ്റെയും 100/3ൻ്റെയും 30ൻ്റെയും 100/3ൻ്റെയും എഫിഷ്യൻസി LCM എന്തായിരിക്കും? നമുക്കിവിടെ നോക്കിയാൽ 2ൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന നമ്പർ വേണം. അതായത് 300 എടുത്താൽ നമുക്കറിയാം 30 × 10 ആണ് 300. ക്ലിയർ? 30 × 10 ആണ് 300. അതുപോലെ 100/3 × 9 ചെയ്താൽ 300 കിട്ടും. അപ്പോൾ ഇവിടെ 9 അപ്പോൾ ഇതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. എഫിഷ്യൻസി ഈക്വൽ ടു 10ഉം 9ഉം കിട്ടും. ക്ലിയർ?
ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ എന്താ, ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ ദേ കംപ്ലീറ്റ് ദ ടാസ്ക് ഇഫ് ദേ വർക്ക് ടുഗദർ. അപ്പോൾ എ പ്ലസ് ബിന്റെ എഫിഷ്യൻസി നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുന്ന വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ പ്ലസ് ബിന്റെ എഫിഷ്യൻസി എന്താണ്? 10 ആണ് എന്റെ, 9 ആണ് ബിന്റെ. സോ 19 ആണ് എ പ്ലസ് ബിന്റെ എഫിഷ്യൻസി. ക്ലിയർ? 19 ആണ് ഇവിടെ എ പ്ലസ് ബിന്റെ എഫിഷ്യൻസി ആയി കിട്ടുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫിഷ്യൻസി കിട്ടി. ടോട്ടൽ വർക്ക് എത്രയാണ്? ടോട്ടൽ വർക്ക് നമ്മൾ അസ്യൂം ചെയ്തില്ലേ? കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ട് മാത്രമേ ഈ ക്ലാസ് കാണുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ പറഞ്ഞാണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 300 ആണ് വർക്ക്. ഡിവൈഡ് ബൈ എഫിഷ്യൻസി 19 ആണ്. സോ 300/19 ആണ് എന്താ, രണ്ടുപേരും കൂടി ഫിനിഷ് ചെയ്യുന്ന നമ്പർ ഓഫ് ഡേയ്സ്. ക്ലിയർ? നമ്പർ ഓഫ് ഡേയ്സ് 300/19. സോ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ്. നമ്മൾ സിംപ്ലിഫൈ ചെയ്യണോ? വേണ്ട. കാരണം ഓപ്ഷൻ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. 300/9 ആണെന്ന് കൊടുത്തു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നോക്കാം. മഹേഷ് ടേക്സ് 18 days ടു കംപ്ലീറ്റ് എ ടാസ്ക്. അപ്പോൾ മഹേഷ് എന്ന് പറയുന്ന ആള് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്രയാണ്? 18 days ആണ് എടുക്കുന്നത്. അതുപോലെ വൈൽ കിഷോർ ആണ് നെക്സ്റ്റ്, ടേക്സ് 36 days. സോ ടു കംപ്ലീറ്റ് ദ സെയിം ടാസ്ക് അലോൺ ഇഫ് ദേ വർക്ക് ടുഗദർ ഫോർ 6 days. അപ്പോൾ അവർ ആദ്യം 6 days വർക്ക് ചെയ്തു. ദെൻ വാട്ട് പെർസെൻറ്റേജ് ഓഫ് വർക്ക് വിൽ ബി റിമൈനിങ്? അതായത് ഇവിടെ പറയുന്നത് മഹേഷ് 18 days കിഷോർ 36 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് ഇതിൻ്റെ എഫിഷ്യൻസി നോക്കിയാൽ 18 36 എന്താണ് LCM? എന്താണ്? 36 അല്ലേ? 36 ആണ് LCM. അപ്പോൾ ഇവിടെ × 2 ആണ് 36 കിട്ടുക. 36 × 1 ആണ് 36 കിട്ടുക. അപ്പോൾ രണ്ടിൻ്റെയും എഫിഷ്യൻസി നമ്മൾ അസ്യൂം ചെയ്തു. ഇനി ഇവർ രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്താൽ M+N_K ഒരുമിച്ച് വർക്ക് ചെയ്താൽ ഒരു ദിവസം കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യും? 3 വർക്കാണ് കംപ്ലീറ്റ് ചെയ്യുക. എഫിഷ്യൻസി 3 ആണ്. ഇനി ഇഫ് ദേ വർക്ക് ടുഗദർ ഫോർ 6 days, അപ്പോൾ ഒരു ദിവസം 3 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ 6 days വർക്ക് ചെയ്താൽ അവർ ടോട്ടൽ എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യും? 18 വർക്കാണ് കംപ്ലീറ്റ് ചെയ്യുക. സോ എന്താ ചോദിച്ചേ? ദെൻ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ വർക്ക് വിൽ റിമെയിൻ? അപ്പോൾ എത്ര വർക്കാണ് ബാക്കിയുള്ളത്? എത്ര പെർസെൻറ്റേജ് വർക്കാണ് ബാക്കിയുള്ളത്? അതായത് ടോട്ടൽ റിമൈനിങ് വർക്ക് എത്രയാണ്? റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 36 - 18 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 ആണ് റിമൈനിങ് വർക്ക്. അപ്പോൾ ടോട്ടൽ വർക്ക് 36 ആണ്. അതിൽ 18 വർക്ക് ബാക്കിയാണ്. സോ × 100 ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. പെർസെൻറ്റേജ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതല്ലേ? ടോട്ടൽ അത് ഡിനോമിനേറ്ററിൽ വരണം. നമ്മൾ എത്രയാണ് ഉള്ളത് അത് ന്യൂമറേറ്ററിൽ വരണം. × 100 ചെയ്യണം. സോ ഇതും കട്ട് ചെയ്ത് 2 കിട്ടും. സോ 100/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 50% ആണ് എന്താണ് റിമൈനിങ് വർക്ക് ഉള്ളത്. 50%. ഓപ്ഷൻ എ. ക്ലിയർ? നെക്സ്റ്റ് നോക്കാം. A and B working together can complete a work in 10 days. സോ ഇവിടെ എയും ബിയും ആണ്. A+B എന്ന് പറയുന്നത് എത്ര ഡേയ്സ് കൊണ്ട്? 10 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. A+B 10 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. C alone എത്രയാണ്? ക്യാൻ കംപ്ലീറ്റ് 14 days. ഇഫ് A, B and C വർക്ക് ടുഗദർ, അതായത് A+B+C വർക്ക് ചെയ്താൽ എത്ര ഡേയ്സ് എടുക്കും? അതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ദെൻ ഹൗ മെനി ഡേയ്സ് വിൽ ദേ ടേക്ക് ടു കംപ്ലീറ്റ്? എത്രയാണ്? 3/5 വർക്കാണ് പറയുന്നത്. എത്രയാണ്? 3/5 വർക്കാണ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നത് ചോദിക്കുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നിട്ടുള്ളത് 2 വാല്യൂ ആണ്. A+B 10 days കൊണ്ട്, C എന്ന് പറയുന്നത് 14 days കൊണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് LCM എത്ര കിട്ടും? നമ്മൾ വർക്ക് അസ്യൂം ചെയ്യണമല്ലോ. അതിന് LCM എത്ര കിട്ടും? ഇവിടെ 10ഉം 14ഉം 10 14 അതിൻ്റെ LCM നമ്മൾ നോക്കിയാൽ നമുക്ക് 70 ആണെന്ന് കിട്ടും. 70 അല്ലേ? അപ്പോൾ 10 × 7 14 × 5 ആണ് 70. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ A+B+C ടോട്ടൽ എഫിഷ്യൻസി എന്താ? A+B ആണെങ്കിൽ 7 ആണ് എഫിഷ്യൻസി, C ആണെങ്കിൽ 5 ആണ്. സോ A+B+C എന്ന് പറയുന്നത് ടോട്ടൽ എത്രയായിരിക്കും? 13 ആയിരിക്കും. എത്രയാണ്? 7 + 5 12 ആയിരിക്കും. ഓക്കെ, 7 + 5 12 ആയിരിക്കും അവരുടെ ടോട്ടൽ എഫിഷ്യൻസി. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ they work how many days will they take to complete 3/5 ഓഫ് ദ ടോട്ടൽ വർക്ക്? 3/5 ആണ്. അപ്പോൾ ടോട്ടൽ വർക്കിന്റെ 3/5 നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ വർക്ക് എത്രയാണ്? 70 ആണ്. അപ്പോൾ അതിന്റെ 3/5 നമ്മൾ ഫൈൻഡ് ചെയ്യണം. സോ 3/5 എന്ന് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ ഇതാണ്, ഇത്രയും വർക്കാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ ഇത്രയും വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണിപ്പോൾ നമുക്ക് എന്താ ഇത്രയും വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഡേയ്സ് എടുക്കുന്നത് നോക്കണം. അപ്പോൾ ഇത് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി 12 ചെയ്താൽ എത്ര നമ്പർ ഓഫ് ഡേയ്സ് എന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈക്വൽ ടു എന്താ? 70 × 3 / 5
ഇൻറ്റു 12. ക്ലിയർ? അപ്പം എങ്ങനെയാണ് കിട്ടുക? സോ ഇവിടെ നമുക്ക് എന്താ ഇതും കട്ട് ചെയ്യാം. എന്ത് കിട്ടും? 14 ആണെന്ന് കിട്ടും. പിന്നെ എന്തൊക്കെ കട്ട് ചെയ്യാം? ഇതും കട്ട് ചെയ്യാം, 4 ആണെന്ന് കിട്ടും. സോ റിമൈനിങ് എന്താ? 7/2 ആണ് ആൻസർ കിട്ടുക. 7/2 ആണ് നമ്പർ ഓഫ് ഡേയ്സ്. 7/2 ഡേയ്സ്. ക്ലിയർ? അപ്പോൾ നമ്മൾ 7/2 മാറ്റണ്ട. ഓപ്ഷനിൽ 7/2 എന്ന ഫ്രാക്ഷൻ തന്നെയാണ് ഉള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നോക്കിയേ. രാധിക ക്യാൻ കംപ്ലീറ്റ് എ വർക്ക്. അപ്പോൾ രാധിക എത്ര ഡേയ്സ് ആണ്? രാധിക എത്ര ഡേയ്സ്? 15 ഡേയ്സ് ആണ്. ഋഷി എന്ന് പറയുന്നത് ക്യാൻ കംപ്ലീറ്റ് സെയിം വർക്ക് ഇൻ 30 ഡേയ്സ്. സോ രാധിക സ്റ്റാർട്ടഡ് ദ വർക്ക് അലോൺ ആൻഡ് ലെഫ്റ്റ് ആഫ്റ്റർ 2 ഡേയ്സ്. അപ്പം ഇത് എന്താ? രാധിക ലെഫ്റ്റായി, പിന്നെന്തായി? ഋഷി ജോയിൻ ചെയ്തു. ഋഷി കണ്ടിന്യൂ ദ വർക്ക്. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ഋഷി ടു കംപ്ലീറ്റ് റിമൈനിങ് വർക്ക്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? രാധിക സ്റ്റാർട്ടഡ് ദ വർക്ക് അലോൺ. അപ്പോൾ രാധിക ഒറ്റയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ എഫിഷ്യൻസി എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യാം. 15, 30. അപ്പോൾ LCM എന്ന് പറയുന്നത് 30 ആണ്. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാധികേൻ്റെ എഫിഷ്യൻസി 2 ആണ്, ഋഷീൻ്റെത് 1 ആണ്. സോ രണ്ടുപേരും കൂടിയാണെങ്കിൽ, അപ്പോൾ ഇവിടെ രണ്ടുപേരും കൂടി ഫൈൻഡ് ചെയ്യേണ്ട, കാരണം രണ്ടുപേരും ഉള്ളത് ആവശ്യമില്ല നമുക്ക്. ഇവിടെ എന്താ? രാധിക എലോൺ സ്റ്റാർട്ട് എന്താ? ലെഫ്റ്റ് 2 ആഫ്റ്റർ 2 ഡേയ്സ് ആണ്. അപ്പോൾ രാധികേൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2 ആണ്. രാധിക എത്ര ഡേയ്സ് വർക്ക് ചെയ്തു? 2 ഡേയ്സ് വർക്ക് ചെയ്തു. സോ ടോട്ടൽ കംപ്ലീറ്റ് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് 2 × 2 4 വർക്കാണ് രാധിക കംപ്ലീറ്റ് ചെയ്തത്. 4 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ക്ലിയർ? അപ്പോൾ റിമൈനിങ് വർക്ക് എത്രയാണ്? റിമൈനിങ് വർക്ക് ടോട്ടൽ വർക്ക് 30 ആണ്. അപ്പോൾ റിമൈനിങ് ഉള്ളത് 30 മൈനസ് രാധിക കംപ്ലീറ്റ് ചെയ്ത വർക്ക്, ദാറ്റ് ഈസ് 4. അപ്പോൾ ടോട്ടൽ 26 ആണ്. 26 വർക്കാണ് റിമൈനിങ് ഉള്ളത്. ഇനി എന്താ ഫൈൻഡ് ചെയ്യേണ്ട? എന്താ? ദെൻ ഋഷി കണ്ടിന്യൂ ദ വർക്ക്. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ഋഷി ടു കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനല്ല, റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് ഋഷിക്ക് എത്ര ടൈം വേണമെന്ന് ചോദിക്കുന്നത്. സോ റിമൈനിങ് വർക്ക് എത്രയാണ്? 26 ആണ്. അതിൽ ഋഷിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 1. സോ 26 ഡേയ്സ് എടുക്കും ഋഷി റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ് നോക്കിയേ. എ ആൻഡ് ബി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ. അപ്പോൾ ഇവിടെ എയും ബിയും സെപ്പറേറ്റ് ആണ്. എ എന്ന് പറയുന്നത് 45 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ബി എന്ന് പറയുന്നത് 40 ഡേയ്സ് കൊണ്ടാണ് സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ദേ ബിഗൺ ദ വർക്ക് ടുഗദർ. അപ്പോൾ അവർ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? അപ്പോൾ ഇങ്ങനെ കിട്ടിയാൽ നമ്മൾ ആദ്യം തന്നെ LCM ഫൈൻഡ് ചെയ്യാം. അപ്പോൾ 45, 40 ഇതിൻ്റെ LCM നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? പെട്ടെന്ന് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? അപ്പോൾ അത് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ LCM കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ഒരു മെത്തേഡ് പറഞ്ഞു. അതായത് 45 ആണ് ഇതിൽ ലാർജർ വാല്യൂ, അത് നമ്മൾ മാറ്റി വെക്കുന്നു. ഇനി ബാക്കിയുള്ള റിമൈനിങ് ഉള്ള വാല്യൂവിനെ നമ്മൾ 45 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ എന്താ? ഇത് കട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് 9 കിട്ടും, 8 കിട്ടും. ക്ലിയർ? കട്ട് ചെയ്താൽ 5 കൊണ്ട് കട്ട് ചെയ്താൽ 9ഉം 8ഉം കിട്ടും. ഇനി കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്ററുള്ള വാല്യൂ മാത്രം എടുക്കുക. ഇതിൻ്റെ കൂടെ ആ ന്യൂമറേറ്ററുള്ള വാല്യൂവിൻ്റെ LCM എടുക്കുക. 8ൻ്റെ LCM എന്താണ്? 8 തന്നെയാണ്. സോ 45 × 8 ഇതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. എന്താണ്? 360 ആണ് LCM കിട്ടുക. ക്ലിയർ? 360 ആണ് LCM കിട്ടുക. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിൽ LCM ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചാണ് എങ്ങനെ LCM പെട്ടെന്ന് കാണാം. സോ ആ ക്ലാസ് നിങ്ങൾ കാണാൻ ഈ മെത്തേഡ് മനസ്സിലായില്ലെങ്കിൽ. സോ 45ഉം 40 ആണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 360 ആണെന്ന് കിട്ടിയത്. അപ്പം അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? 45 × എത്രയാണ്? 15 അല്ലേ? 45 × എത്രയാണ്? 360, 8 അല്ലേ? 45 × 8 ആണ് 360. ക്ലിയർ? അതുപോലെ 40 × എത്രയാണ്? 9 ആണ്. 40 × 9 ആണ് 360. അപ്പോൾ എഫിഷ്യൻസി നമുക്ക് കിട്ടി. ഇനി എന്താ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ദേ ബിഗൺ ടു വർക്ക് ടുഗദർ. അപ്പോൾ അവർ ഒരുമിച്ചാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവരുടെ ഒരുമിച്ചുള്ള A+Bൻ്റെ എഫിഷ്യൻസി നമ്മൾ ഫൈൻഡ് ചെയ്യണം. എത്രയാണ്? 9ഉം 8ഉം 17 ആണ് അവരുടെ എഫിഷ്യൻസി. ക്ലിയർ? ബട്ട് എ ലെഫ്റ്റ് ദ വർക്ക് ആഫ്റ്റർ സം ഡേയ്സ്. അപ്പോൾ സം ഡേയ്സ് ആണ് പറഞ്ഞാൽ എത്ര ഡേയ്സ് ആണെന്ന് നമുക്കറിയില്ല. ക്ലിയർ? അപ്പോൾ ഇവർ ചെയ്യുന്നത്, അതായത് ഇതാണ് നമ്മളുടെ ടോട്ടൽ വർക്ക് എന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ് ഡേയ്സ് കഴിഞ്ഞിട്ട്, നമ്പർ ഓഫ് ഡേയ്സ് എക്സ് ആണെന്ന് വിചാരിക്കാം. ഇത്രയും ഡേയ്സ് കഴിഞ്ഞിട്ട് എന്തായി? എ ലീവായി. ക്ലിയർ? എ ലെഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടം വരെ മാത്രമേ എ ഉള്ളൂ. പിന്നെന്താണ്? ആൻഡ് ബി അലോൺ ഫിനിഷ് ദ റിമൈനിങ് വർക്ക്. അപ്പോൾ റിമൈനിങ് വർക്ക് ബി അലോൺ ആണ് ഫിനിഷ് ചെയ്യുന്നത്. ബി ഒറ്റയ്ക്കാണ് റിമൈനിങ് വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. ഇത് ബി ഒറ്റയ്ക്കാണ് ഫിനിഷ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കേണ്ടത് എന്താണ്? 23
ബി അലോൺ ഫിനിഷ് ദ റിമൈനിങ് വർക്ക് 23 ഡേയ്സ്. ബി അലോൺ ഫിനിഷ് എന്താ റിമൈനിങ് വർക്ക് ഇത് 23 ഡേയ്സ് കൊണ്ടാണ് ബി ഫിനിഷ് ചെയ്തത്. 23 ഡേയ്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ലാസ്റ്റ് ബി മാത്രം എത്രയാണ്? ആദ്യം രണ്ടുപേര് സ്റ്റാർട്ട് ചെയ്തു എക്സ് ഡേയ്സ് കഴിഞ്ഞിട്ട്, ആ ഡേയ്സ് എത്രയാണെന്ന് അറിയില്ല, എ ലെഫ്റ്റ് ചെയ്തു. റിമൈനിങ് വർക്ക് ബി മാത്രമാണ് ചെയ്തത്. അപ്പോൾ റിമൈനിങ് ഡേയ്സ്, അപ്പോൾ ഇത്രയും ഡേയ്സ് മാത്രമാണ് പറയുന്നത്. റിമൈനിങ് ഡേയ്സ് 23 ഡേയ്സ് കൊണ്ട് ബി റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ബി റിമൈനിങ് എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്തു ടോട്ടൽ? ശരിക്കും 23 ഡേയ്സ് എടുത്തു. ബീൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 9 ആണ്. ക്ലിയർ? അപ്പോൾ 9 ആണ് എഫിഷ്യൻസി. അപ്പോൾ 23 × 9 207 ആണ്. 207 ആണ് വർക്കാണ് ആ റിമൈനിങ് വർക്കായിട്ട് കംപ്ലീറ്റ് ചെയ്തത്. റിമൈനിങ് വർക്ക് എത്രയാണ്? 207 ആണ്. ക്ലിയർ? അപ്പം അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഇനിഷ്യലി ഈ എക്സ് ഡേയ്സ് കൊണ്ട് കവർ ചെയ്ത വർക്ക് എത്രയാണ്? ടോട്ടൽ 360 ആണ് ടോട്ടൽ വർക്ക്. അതിന്ന് ലാസ്റ്റ് ബി ഒറ്റയ്ക്ക് കവർ ചെയ്ത വർക്ക് എത്രയാണ്? 207 ആണ്. അപ്പോൾ ഇനിഷ്യൽ അതായത് എന്താ ഈ എക്സ് ഡേയ്സ് കൊണ്ട് കവർ ചെയ്ത വർക്ക് എത്രയാണ്? ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കില്ലേ? ഇതിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ എത്രയാ? 360 മൈനസ് 207 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എത്രയാ? 53. 153 വർക്കാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. എക്സ് ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തത് 153 വർക്കാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ആ 153 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആരൊക്കെയാണ്? എ പ്ലസ് ബി ആണ് ഇവിടെ വർക്ക് ചെയ്തത്. ക്ലിയർ? 153 വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എ പ്ലസ് ബി ആണ്. അപ്പോൾ ഇവരുടെ എഫിഷ്യൻസി എത്രയാണ്? എ പ്ലസ് ബിൻ്റെ എഫിഷ്യൻസി 17 ആണ്. ക്ലിയർ? അപ്പോൾ 153 ഡിവൈഡ് ബൈ 17. അപ്പോൾ ഈ 17ൻ്റെ ലാസ്റ്റ് 7 ആണ്. അപ്പോൾ കറക്റ്റായി 173നെ കറക്റ്റായി ഡിവൈഡ് ചെയ്യണമെങ്കിൽ 17ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 7 × 9 63. അപ്പോൾ 3 വരണമെങ്കിൽ ഇത് 9നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പറ്റും. അപ്പോൾ നമ്മൾ നോക്കുക 17 × 9 എത്രയാണ്? അപ്പോൾ 153 ആണെന്ന് കിട്ടും. സോ 153 ഡിവൈഡ് ബൈ 17 എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 9 ആണ്. സോ ആഫ്റ്റർ ഹൗ മെനി ഡേയ്സ് ഡിഡ് എ ലീവ്സ്? അപ്പോൾ എ ലീവ് ചെയ്ത് എത്ര ഡേയ്സ് കഴിഞ്ഞിട്ടാണ്? എക്സ് ഡേയ്സ് ആണ്. ആ എക്സ് ഡേയ്സ് എന്താണ്? 9 ഡേയ്സ് ആണ്. ക്ലിയർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 9 ഡേയ്സ് കൊണ്ടാണ് എ ലീവ് ചെയ്തത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ക്യാൻ ഡു എ സർട്ടൻ വർക്ക് ഇൻ 15 ഡേയ്സ്. എ എന്ന് പറയുന്നത് 15 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. എ എന്ന് പറയുന്നത് 15 ഡേയ്സ് ആണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുക. ബി ക്യാൻ ഡു 1/3 ഓഫ് ദ വർക്ക്. ബി എന്ന് പറയുന്നത് 1/3 വർക്ക് 10 ഡേയ്സ് കൊണ്ട് തീർക്കും. അങ്ങനെയാണെങ്കിൽ ഫുൾ വർക്ക് ടോട്ടൽ ഫുൾ വർക്ക് 1/3 ആണ് 10 ഡേയ്സ് കൊണ്ട്. അപ്പോൾ ഫുൾ വർക്ക് എത്രയാണ്? 10 × 330 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എ എന്ന് പറയുന്നത് 15 ആണ്. അതായത് എ എന്ന് പറയുന്നത് 15 ഡേയ്സ് കൊണ്ട്, ബി എന്ന് പറയുന്നത് 30 ഡേയ്സ് കൊണ്ട്. LCM എത്രയാണ്? 30 ആണ്. സോ എഫിഷ്യൻസി 2:1. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്താ പറയുന്നത്? എ ആൻഡ് ബി വർക്ക് ടുഗദർ ഫോർ 6 ഡേയ്സ്. അപ്പോൾ എയും ബിയും 6 ഡേയ്സ് വർക്ക് ചെയ്തു. അപ്പോൾ എൻ്റെയും ബിൻ്റെയും ടോട്ടൽ എഫിഷ്യൻസി എത്രയാണ്? എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 3 കിട്ടും. എൻ്റെയും ബിൻ്റെയും എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 ആണ്. അത് നമുക്ക് കിട്ടി. ഇനി എന്ത് പറയുന്നു? എ ആൻഡ് ബി വർക്ക് ടുഗദർ ഫോർ 6 ഡേയ്സ്. അപ്പോൾ 6 ഡേയ്സ് അവർ വർക്ക് ചെയ്തു. അപ്പോൾ 6 ഡേയ്സ് ചെയ്ത വർക്ക് എത്രയാണ്? നമുക്ക് 3 ആണ് എഫിഷ്യൻസി. 6 ഡേയ്സ് വർക്ക് ചെയ്തു. സോ ടോട്ടൽ ഫിനിഷ് ചെയ്ത വർക്ക് എത്രയാണ്? 18 വർക്കാണ് അവർ 3 ഡേയ്സ് കൊണ്ട് 6 ഡേയ്സ് കൊണ്ട് ഫിനിഷ് ചെയ്തത്. ബി കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക് വിത്ത് സി. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു? ബിയും സിയും വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അതായത് നമുക്ക് ടോട്ടൽ ഇങ്ങനെയാണുള്ളത്. ടോട്ടൽ വർക്ക് എത്രയുണ്ട്? ആദ്യം എത്രയാണ്? 6 ഡേയ്സ്. 6 ഡേയ്സ് ഇതാണ് 6 ഡേയ്സ്. 6 ഡേയ്സ് എ പ്ലസ് ബി, എയും ബിയും വർക്ക് ചെയ്തു. പിന്നെ എ മാറി, ബാക്കി എന്താ? റിമൈനിങ് ഡേയ്സ് ബി പ്ലസ് സി ആണ്. ബിയും സിയും കൂടിയിട്ടാണ് വർക്ക് ചെയ്തത്. ക്ലിയർ? അപ്പോൾ ബാക്കി എന്താ? ബി കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക് വിത്ത് സി ഇൻ 8 ഡേയ്സ്. 8 ഡേയ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ആൻഡ് സി ടുഗദർ ക്യാൻ കംപ്ലീറ്റ് ദ ഒറിജിനൽ വർക്ക്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് സി കൊണ്ട് ടോട്ടൽ വർക്ക് എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? അപ്പോൾ റിമൈനിങ് വർക്ക് എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തത്? 8 ഡേയ്സ് കൊണ്ട് ആരാണ്? ബിയും സിയും ആണ് കംപ്ലീറ്റ് ചെയ്തത്. സോ ബിയും സിയും 8 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. സോ ബി ഒറ്റയ്ക്ക്, അതായത് ബിയും സിയും കംപ്ലീറ്റ് ചെയ്യണം. 8 ഡേയ്സ് വർക്ക് ചെയ്തു. അപ്പോൾ ബി ആണെങ്കിൽ ബിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? ബിൻ്റെ എഫിഷ്യൻസി 1 ആണ്. അപ്പോൾ ബി എഫിഷ്യൻസി 1 ഉള്ള ബി 8 ഡേയ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കി, ഇവിടെ എഫിഷ്യൻസി 1 ഉള്ള ബി 8 ഡേയ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അവിടെ ടോട്ടൽ വർക്ക് എത്രയായി? 8 ആയി. ക്ലിയർ? 8 വർക്കായി. അപ്പോൾ ടോട്ടൽ എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്തു? 18
എയും ബിയും കൂടി ആദ്യം 18 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. എയും ബിയും 18 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ ബി മാത്രം 8 വർക്ക് കംപ്ലീറ്റ് ചെയ്തു, പ്ലസ് സിൻ്റെ വർക്ക് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ എന്താ, സി കൂടാണ്ട് ടോട്ടൽ എത്രയാണ്? 26 വർക്കാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. 26 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ക്ലിയർ? അപ്പോൾ സി എത്ര വർക്കായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക? ടോട്ടൽ ഉള്ളത്, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് LCM എത്രയാണ്? 30 ആണ്. അപ്പോൾ 30 ആണ് ടോട്ടൽ വർക്ക്. അതിൽ നിന്ന് എയും ബിയും പിന്നെ ബി രണ്ടാമത്തെ പാർട്ടിൽ ബിയും കൂടി കൂടിയിട്ട് 26 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ റിമൈനിങ് വർക്ക് 4 വർക്കാണ്. സോ ഈ 4 വർക്ക് ആര് കംപ്ലീറ്റ് ചെയ്യും? ഇതാണ് സി കംപ്ലീറ്റ് ചെയ്യുക. ക്ലിയർ? സി കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ സി 8 ഡേയ്സ് കൊണ്ടാണ് ഈ 4 വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. എത്ര ഡേയ്സ് എടുക്കും? 8 ഡേയ്സ് കൊണ്ട് 4 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 1 വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതായത് ഈ 4 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സിക്ക് എത്ര ഡേയ്സ് വേണം? 8 ഡേയ്സ് വേണം. ക്ലിയർ? 4 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സിക്ക് 8 ഡേയ്സ് വേണം. അങ്ങനെയാണെങ്കിൽ 1 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 4 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 8 ഡേയ്സ് വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്രയാണ്? ഒരു ദിവസം ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുക? എഫിഷ്യൻസി എന്ന് പറയുക. 8 ഡേയ്സ് കൊണ്ട്, അതായത് 8 ഡേയ്സ് കൊണ്ട് 4 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 4/8, ദാറ്റ്സ് ഈക്വൽ ടു 1/2, 0.5 വർക്കാണ് ഒരു ദിവസം ചെയ്യുക. ക്ലിയർ? 0.5 വർക്കാണ് ഒരു ദിവസം ചെയ്യുക. അപ്പോൾ സിൻ്റെ എഫിഷ്യൻസി 0.5 ആണ്. ഇനി എന്താ, ആരൊക്കെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്? എയും സിയും കൂടിയിട്ടാണ്. എയിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? എ എന്ന് പറയുന്നത് എഫിഷ്യൻസി എത്രയാണ്? നമ്മൾ 2 ആണ്. സി എന്ന് പറയുന്നതിൻ്റെ 0.5 ആണ്. സോ ടോട്ടൽ എ പ്ലസ് സി എന്ന് പറയുന്നതിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 2.5 ആണ്. അപ്പോൾ ഇവരുടെ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2.5 ആണ്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. ഓക്കെ, 30 ആണ് ടോട്ടൽ വർക്ക് വരിക. എഫിഷ്യൻസി 2.5 വരും. ക്ലിയർ? അത് ക്ലിയർ ആയോ? അതായത് നമ്മൾ എയും സിയും ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എയും സിയും ആഡ് ചെയ്താൽ എന്താ, എഫിഷ്യൻസി ആഡ് ചെയ്താൽ 2.5 കിട്ടും. ടോട്ടൽ വർക്ക് എത്രയാണ്? 30 ആണ്. സോ അങ്ങനെ ചെയ്താൽ ഇതെന്ത് കിട്ടും? 12 ആണെന്ന് കിട്ടും. അപ്പോൾ 12 ഡേയ്സ് കൊണ്ട് എയും സിയും കംപ്ലീറ്റ് ചെയ്യും. 12 ഡേയ്സ് കൊണ്ടാണ് എയും സിയും വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20 വിമൻ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 15 ഡേയ്സ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ 20 വിമൻ ക്യാൻ കംപ്ലീറ്റ് എത്രയാ? 15 ഡേയ്സ്. അതുപോലെ 16 മെൻ ക്യാൻ കംപ്ലീറ്റ് എത്രയാ? 15 ഡേയ്സ്. സോ complete the same work in 15 days. Find the ratio between the work efficiency of a men to women. Men to women ന്റെ വർക്ക് എഫിഷ്യൻസി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ 20 വിമൺ ആണ് 15 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വുമണിന് എത്ര ഡേയ്സ് എടുക്കും കംപ്ലീറ്റ് ചെയ്യാൻ? അവർക്ക് 20 വിമണിന് 15 ഡേയ്സ് എടുത്തു. ഒരു വുമൺ എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? അവർക്ക് ഒരു വുമൺ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 20 ആൾക്കാർ 15 ഡേയ്സ് എടുത്തു. അപ്പോൾ ഒരാളാണെങ്കിൽ 15 × 20, കാരണം ആ 20 ആൾക്കാർ ചെയ്ത വർക്കും ഒരാൾ തന്നെ ചെയ്യണ്ടേ? ഒരാൾ 15 ഡേയ്സ് കൊണ്ട് വർക്ക് ചെയ്തു. അങ്ങനെ എന്താ, 20 ആൾക്കാരും ചെയ്ത വർക്ക് ഒരാൾ തന്നെ ചെയ്യണം. അപ്പോൾ 15 × 20 ആണ് ടോട്ടൽ ഡേയ്സ്, നമ്പർ ഓഫ് ഡേയ്സ്. ക്ലിയർ? അത് ക്ലിയർ അല്ലേ? അതായത് 20 വിമൺ 15 ഡേയ്സ് വർക്ക് ചെയ്തു. ക്ലിയർ അല്ല? ഓരോരോ ആളും 15 ഡേയ്സ് വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരാൾ ഈ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ടോട്ടൽ 15 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ 20 പ്രാവശ്യം. സോ 15 × 20 ആണ് നമ്പർ ഓഫ് ഡേയ്സ് ഒരാൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മാൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്താ, 15 × 16 ആണ് നമ്പർ ഓഫ് ഡേയ്സ്. ക്ലിയർ? ഇത് 16 മെൻ ആണ്, ഇത് ഒരു മാൻ മാത്രമാണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്പർ ഓഫ് ഡേയ്സ്, ഒരാളുടെ നമ്പർ ഓഫ് ഡേയ്സ് കിട്ടുക. ഇനി എന്താണ്, അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. ഇനി ഇവിടെ നമ്മൾ ഇതിൻ്റെ LCM കണ്ടുപിടിച്ചാൽ എന്താ, ഇതിൻ്റെ LCM കണ്ടുപിടിച്ചാൽ ടോട്ടൽ വർക്ക് കിട്ടും. അപ്പോൾ ഇത്രയും വലിയ നമ്പറിൻ്റെ LCM നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? ഒന്നുമില്ല, സാധാരണ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ നമ്മൾ LCM ആയിട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ എന്താ ടോട്ടൽ വർക്കായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ LCM ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ എടുത്താൽ മതി. അതായത് എന്താ, 15 × 20 ക്ലിയർ ഇൻറ്റു 16 × 15 ക്ലിയർ. ഈ രണ്ട് വാല്യൂ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ടോട്ടൽ വാല്യൂ ആണ് നമുക്ക് കിട്ടുക. അതായത് എന്താ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു ടേം കിട്ടും, കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ കിട്ടും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതെന്താ, ഇത് ടോട്ടൽ വർക്കാണ്, ഇത് നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ഇനി ഇവിടെ എന്താണ് ഇവിടെ കിട്ടുന്നത്,
ഇതും അതായത് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന എഫിഷ്യൻസി ആവണം. അപ്പോൾ അതെന്തായിരിക്കും 15 × 16 ആയിരിക്കില്ലേ? ആയിരിക്കും. അപ്പോൾ ഇവിടെ 15 × 20 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എഫിഷ്യൻസി ആയിട്ട് നമുക്ക് കിട്ടുക. എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇതാണ്. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ വർക്ക് എഫിഷ്യൻസി ഓഫ് മെൻ ഡിവൈഡ് ബൈ വുമൺ? സോ എന്ത് കിട്ടും? മെന്നിൻ്റെ എന്താണ് 15 × 20 ഡിവൈഡ് ബൈ വുമൻ്റെ എന്താണ് 15 × 16. ഇതാണ് അവരുടെ എഫിഷ്യൻസി എന്ന് പറയാം. ഇപ്പോൾ നോക്കിയേ, ഇതും കട്ട് ചെയ്തു. ഇനി ഇത് രണ്ടും കട്ട് ചെയ്താൽ എന്താ 10/8 കിട്ടും. വീണ്ടും കട്ട് ചെയ്യാം 5/4 കിട്ടും. ക്ലിയർ? 5/4. അപ്പോൾ എന്താ 5:4 ആണ് മെൻ ഈസ് വുമൺ കിട്ടുക. അപ്പോൾ എന്ത് കിട്ടും? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ LCM ഫൈൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് മാറ്റാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ആദിത്യ ആൻഡ് ഭാസ്കർ. അപ്പോൾ ഇവിടെ ആദിത്യയും ഭാസ്കറുമാണ്. ആദിത്യ ഭാസ്കർ അണ്ടർടേക്ക് ടു എ പീസ് ഓഫ് വർക്ക് ഫോർ റുപ്പീസ്. അപ്പോൾ ഇവിടെ ഒരു വർക്ക് അവർ ഏറ്റെടുക്കുന്നു. എന്നിട്ടോ ആദിത്യ, അപ്പോൾ നമ്മൾ ഈ സാധാരണ വർക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ കരാർ എടുക്കുന്ന കാര്യങ്ങളൊക്കെ അറിയില്ലേ, കോൺട്രാക്റ്റ് എടുക്കുന്നത്. അപ്പോൾ അതിൽ അതായത് നമ്മുടെ ഷെയർ എന്ന് പറയുന്നത്, അതായത് വർക്കിൻ്റെ ഷെയർ എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ കരാർ എടുക്കും. എന്നിട്ട് ഷെയർ പ്രൊപ്പോർഷണൽ ടു എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? എഫിഷ്യൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഷെയർ പ്രൊപ്പോർഷണൽ ടു എഫിഷ്യൻസി ആയിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു 3 ആൾക്കാർ കൂടി നമ്മുടെ ട്രീ, നമ്മൾ ആദ്യത്തെ ക്ലാസ് പറഞ്ഞ പോലെ ഒരു ട്രീ കട്ട് ചെയ്യാൻ പോകുന്നു. ടോട്ടൽ എത്ര ഒരാൾ, ഫസ്റ്റത്തെ ആൾ ഒരു ദിവസം 2 ട്രീ കട്ട് ചെയ്യും. രണ്ടാമത്തെ ആൾ 4 എണ്ണം കട്ട് ചെയ്യും. മൂന്നാമത്തെ ആൾ 3 എണ്ണം കട്ട് ചെയ്യും. ഇങ്ങനെ വിചാരിക്കാം. അപ്പോൾ ഒരാൾ ഒരു ദിവസം 2 ട്രീ കട്ട് ചെയ്യും. പേഴ്സൺ എ, പേഴ്സൺ ബി 4 ട്രീ കട്ട് ചെയ്യും. പേഴ്സൺ സി 3 ട്രീ കട്ട് ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് അവർ കട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ട്രീ കട്ട് ചെയ്യും. എന്നിട്ട് ഇവർ ടോട്ടൽ 9 ട്രീ ഉണ്ട്. അതായത് ഇവർ ടോട്ടൽ 9,000 കരാർ ഉറപ്പിച്ചു, കോൺട്രാക്റ്റ് എടുത്തു. ആ 9 ട്രീയും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 9,000 ഇവരെ കോൺട്രാക്റ്റ് എടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ ആൾക്കും അന്ന് വൈകുന്നേരം പണി കഴിഞ്ഞ് പോകുമ്പോൾ എത്ര കിട്ടും? എത്രയായിരിക്കും ഓരോ ആൾക്കാർക്കും കിട്ടുന്ന റേറ്റ്? എല്ലാവർക്കും സെയിം കൊടുക്കാൻ പറ്റില്ലല്ലോ. കാരണം ബി ഇവിടെ 4 ട്രീ കട്ട് ചെയ്യുന്നുണ്ട്, സി ആണെങ്കിൽ 3 ട്രീ മാത്രം ആണ് കട്ട് ചെയ്യുന്നത്, ഡി എ ഏറ്റവും കുറവാണ് 2 ട്രീ മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ചെയ്ത വർക്കിനാണ്, അവരുടെ എഫിഷ്യൻസിക്കാണ് അതിൻ്റെ പ്രൊപ്പോർഷണലായിട്ടാണ് ഇവിടെ അവരുടെ വേജ് നിർണ്ണയിക്കുന്നത്. സോ ഇതെങ്ങനെ ഫൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ ടോട്ടൽ എത്രയാണ്? 9 ആണ്. ഇവരുടെ ടോട്ടൽ 9 ആണ്. ആ 9ൽ ഇപ്പോൾ എൻ്റെ മാത്രമാണെങ്കിൽ 9ൽ 2 പാർട്ടാണ് എക്ക് കിട്ടുക ഇൻറ്റു 900. സോ 9,000. സോ 2,000 ആണ് എൻ്റെ വർക്ക് ചെയ്തതിൻ്റെ വേജ് കിട്ടുക. സോ ഇവിടെ നമ്മൾ എഫിഷ്യൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് വേജ് കൊടുക്കുന്നത്. സോ അതുപോലെ ഇവിടെ നോക്കിയേ, ഈ ക്വസ്റ്റിൽ ആദിത്യ എന്ന് പറയുന്നത് 15 ഡേയ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ ഭാസ്കർ ആണെങ്കിൽ ഭാസ്കർ 11 ക്യാൻ കംപ്ലീറ്റ് 18 ഡേയ്സ്. 18 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാമല്ലോ. 15ഉം 18ഉം എന്തായിരിക്കും? 90 അല്ലേ ഇതിൻ്റെ LCM 90. സോ 15 × 6ഉം 18 × 5ഉം. ക്ലിയർ? അപ്പോൾ എഫിഷ്യൻസി ഓക്കെ ആണ്. ഇനി ഇവിടെ പറയുന്നത് എന്താണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ചന്ദ്ര ദേ ഫിനിഷ് ഇറ്റ് ഇൻ 6 ഡേയ്സ്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, ചന്ദ്രയും കൂടെ കൂടിയാൽ A+B+C അങ്ങനെയാണെങ്കിൽ എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? 6 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ? 6 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ LCM ഇത് 6ഉം കൂടെ വന്നിട്ടാണ് നമ്മൾ LCM എടുക്കേണ്ടത്. സോ അങ്ങനെ ആയാലും 90 ഓക്കെ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര കിട്ടും? ഇവിടെ 15 ആണ് കിട്ടുക. 6 × 15 19 ആണ്. ക്ലിയർ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താ? സിൻ്റെ വാട്ട് ഈസ് ചന്ദ്രാസ് ഷെയർ, ചന്ദ്രൻ്റെ ഷെയർ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ ആൾക്കാരുടെയും ഷെയർ നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്യണം, എഫിഷ്യൻസി ഫൈൻഡ് ചെയ്യണം. ഇവിടെ ചന്ദ്രൻ്റെ ഷെയർ എഫിഷ്യൻസി എത്രയായിരിക്കും? A+B+C എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ അവിടുന്ന് എയും ബിയും മൈനസ് ചെയ്താൽ സിൻ്റെ എഫിഷ്യൻസി കിട്ടുമല്ലോ.
കിട്ടും. എയും ബിയും ആണെങ്കിൽ 11 ആണ്, എ പ്ലസ് ബി 11 ആണ്. അപ്പോൾ 15 11 മൈനസ് ചെയ്താൽ 4 ആണ് ചന്ദ്രയുടെ എഫിഷ്യൻസി. സിൻ്റെ എഫിഷ്യൻസി 4 ആണ്. ക്ലിയർ? അപ്പോൾ 3 ആൾക്കാരുടെയും എഫിഷ്യൻസി നമുക്ക് കിട്ടി. എത്രയാണ്? എ ബി സി. എൻ്റെ ആണെങ്കിൽ 6, ബി 5, സി 4 ആണ് എഫിഷ്യൻസി. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് എഫിഷ്യൻസി കിട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 11 + 4 15 ആണ്. അപ്പോൾ ടോട്ടൽ 15 ആണ്. അതിൽ 4 വർക്കാണ് ചന്ദ്ര ചെയ്യുക. സോ ഇവരെ ടോട്ടൽ എത്ര എമൗണ്ടിനാണ് കരാർ എടുത്ത പീസ് ഓഫ് വർക്ക് എടുത്തത്? ടോട്ടൽ വർക്ക് 15,000 വർക്ക് എടുത്തത്. സോ 15 വർക്കിൽ 4 വർക്കാണ് ചന്ദ്ര കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇൻറ്റു ടോട്ടൽ എമൗണ്ട്. ക്ലിയർ? ടോട്ടൽ എമൗണ്ടിൻ്റെ 4/15 പാർട്ടാണ് ചന്ദ്രക്ക് കിട്ടുക. സോ ഇതും കട്ട് ചെയ്തു. സോ എന്ത് കിട്ടി? 4,000 ആണ് ചന്ദ്രയുടെ ഷെയർ കിട്ടുക. 4,000 ആണ് ചന്ദ്രയുടെ ഷെയർ കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ട ഒന്നുമില്ല. ചന്ദ്രയുടെ എഫിഷ്യൻസി ഫൈൻഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ ആൻസർ എന്താ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ് നോക്കിയാൽ എ ബി ആൻഡ് സി ടുഗദർ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് സർട്ടൻ വർക്ക് ഇൻ 40 days. അപ്പോൾ എ ബി സി 40 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ബി ആൻഡ് സി ടുഗദർ ക്യാൻ കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ 60 days. ബിയും സി ആണെങ്കിൽ 60 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. സോ ബി ഈസ് 25% മോർ എഫിഷ്യൻറ്റ് ദാൻ എ. ബി എന്ന് പറയുന്നത് 25% മോർ എഫിഷ്യൻറ്റ് ദാൻ എ ആണ് പറയുന്നത്. സോ പിന്നെന്താ? എ ബി ആൻഡ് സി വർക്ക് ടുഗദർ ഫോർ 30 days. എയും ബിയും സിയും 30 days കൊണ്ട് വർക്ക് ചെയ്യുന്നു. സോ ഇവിടെ നമുക്ക് ഇതിൻ്റെ LCM നോക്കിയാൽ, ഈ രണ്ടെണ്ണത്തിൻ്റെ LCM നോക്കിയാൽ 120 ആണെന്ന് കിട്ടുമല്ലോ. 120 ആണ് LCM കിട്ടുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ? 3, 2. ക്ലിയർ? സോ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 3 ആണ്, ബി പ്ലസ് സി എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ എഫിഷ്യൻസി മാത്രം എന്താണ്? 1 ആണ് കിട്ടുക. ക്ലിയർ? അത് ഓക്കെ അല്ലേ? ഇനി എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി എന്താ? വർക്ക് ടുഗദർ ഫോർ 30 days. ടുഗദർ ഫോർ 30 days. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 പേരുടെയും കൂടി എഫിഷ്യൻസി എന്താണ്? 3 ആണ്. അവർ 30 days വർക്ക് ചെയ്തു. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 90 വർക്കാണ് അവർ 30 days വർക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ക്ലിയർ? പിന്നെ റിമൈനിങ് പിന്നെന്താ? ബി അലോൺ വിൽ കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക്. ബി അലോൺ വിൽ കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക്. അപ്പോൾ റിമൈനിങ് വർക്ക് എത്രയാണ്? റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 120 ആണ് ടോട്ടൽ വർക്ക്. അവിടുന്ന് 90 മൈനസ് ചെയ്താൽ റിമൈനിങ് 30 വർക്കാണ് ആര് കംപ്ലീറ്റ് ചെയ്യണം? 30 വർക്ക് ബി കംപ്ലീറ്റ് ചെയ്യണം. ക്ലിയർ? ബി കംപ്ലീറ്റ് ചെയ്യുന്ന 30 വർക്കാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബി ഇവിടെ പറഞ്ഞു എന്താണ്? ബി ഈസ് 25% മോർ എഫിഷ്യൻറ്റ് ദാൻ എ. നമ്മൾ എൻ്റെ ഇവിടെ കണ്ടുപിടിച്ചത് എന്തിനാ? ബി എന്ന് പറയുന്നത് 25% എനേക്കാളും എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ എൻ്റെത് 1 ആണെങ്കിൽ, ഇപ്പോൾ എൻ്റെത് എഫിഷ്യൻസി 1 ആണെങ്കിൽ ഇതിൻ്റെ 25% മോർ എഫിഷ്യൻ്റ് ആണ് ബീൻ്റെ. അപ്പോൾ 1 × 25 മോർ. അപ്പോൾ എന്താ? 1 × 25 മോർ 125 ഡിവൈഡ് ബൈ 100. ഇതാണ് കിട്ടുക. അപ്പോൾ ഇത്രയാണ് ബീൻ്റെ എഫിഷ്യൻസി. സോ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5/4 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ബീൻ്റെ എഫിഷ്യൻസി 5/4 ആണ്. ക്ലിയർ? ബി എഫിഷ്യൻസി എന്ന് പറയുന്നത് 5/4 ആണ്. ബീൻ്റെ എഫിഷ്യൻസി 5/4 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റൻ എന്താ? ബി എലോൺ വിൽ കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക്. അപ്പോൾ ബി എലോൺ വിൽ കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക് എത്രയാണ്? റിമൈനിങ് വർക്ക് എത്രയാണ്? 30. ബീൻ്റെ എഫിഷ്യൻസി 5/4. സോ ഈക്വൽ ടു എന്ത് കിട്ടും? ഇതും കട്ട് ചെയ്തു. 6 × 4 = 24 days കൊണ്ട് റിമൈനിങ് വർക്ക് ബി കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ? ഡി ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഈ കാര്യമാണ് നിങ്ങൾക്ക് കുറച്ച് അറിയാനുള്ള കാര്യം. അതായത് എൻ്റെ എഫിഷ്യൻസിൻ്റെ 25% മോറാണ് ബീൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ 25% മോർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ഇൻറ്റു 125/100. അപ്പോൾ 5/4 കിട്ടും. ക്ലിയർ? അപ്പോൾ ബീൻ്റെ എഫിഷ്യൻസി 5/4 കിട്ടി. റിമൈനിങ് വർക്ക് 30 ആണ്. 30/5/4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിമൈനിങ് വർക്ക് ബി അലോൺ കംപ്ലീറ്റ് ചെയ്യാൻ ഉള്ള നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും. ക്ലിയർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ഓക്കെ. ഇഫ് രാജു ഈസ് ട്രൈസ് ആസ് ഗുഡ് വർക്ക് മാൻ ആസ് രവി. അപ്പോൾ പിന്നെന്താ? ആൻഡ് ടേക്ക് 20 days ലെസ് ദാൻ ഹിം ടു കംപ്ലീറ്റ് ദ പീസ് ഓഫ് വർക്ക്. ദെൻ ഫൈൻഡ് ദ
ടൈം ടേക്കൺ ബൈ രവി ടു കംപ്ലീറ്റ് ദ വർക്ക്. അപ്പോൾ രവി കംപ്ലീറ്റ് ചെയ്യാനുള്ള വർക്കാണ് എടുക്കേണ്ടത്. സോ ഇവിടെ ആരൊക്കെ ഉള്ളത്? രാജു ഉണ്ട്, പിന്നെ രവി ഉണ്ട്. ഈ എഫിഷ്യൻസിയാണ് പറഞ്ഞിരുന്നത്. സോ രാജു ഇസ് ട്രൈസ് ആസ് ഗുഡ് ആസ് രാജു ഇസ് ട്രൈസ് ആസ് ഗുഡ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു എന്താ? ആസ് ഗുഡും മോർ ഗുഡും പഠിച്ചു. അപ്പോൾ ആസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ര തന്നെ. അതായത് ഇപ്പോൾ 1 ആണെങ്കിൽ അതിൻ്റെ 3 ടൈംസ്. ത്രൈസ് എന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ അതിൻ്റെ 3 ടൈംസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പോൾ ഈ എഫിഷ്യൻസി കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ടൈം കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. എഫിഷ്യൻസിൻ്റെ നേരെ തിരിച്ചിട്ടാൽ ടൈം കിട്ടും. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. 1:3 ആണെന്ന് കിട്ടി. ക്ലിയർ? അപ്പോൾ ഇഫ് രാജു ഇസ് ട്രൈസ് ആസ് ഗുഡ് വർക്ക്മാൻ ആസ് രവി ആൻഡ് ടേക്സ് 20 days ലെസ് ദാൻ ഹിം, അതായത് 20 days ലെസ് ആണ് അവർ തമ്മിലുള്ള ഇത്. സോ നമുക്കിവിടെ എന്താ ടൈമിൻ്റെ റേഷ്യോ കിട്ടിയില്ലേ? 1:3 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 2 യൂണിറ്റാണ്, 2 യൂണിറ്റാണ് ഡിഫറൻസ്. അപ്പോൾ ആക്ച്വലി അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 20 ഡേയ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ക്ലിയർ? 20 ഡേയ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 യൂണിറ്റ് എന്ന് പറയുന്നത് 20 ഡേയ്സ് ആയിരിക്കും. 2 യൂണിറ്റ് എന്ന് പറയുന്നത് 20 ഡേയ്സ് ആയിരിക്കും. ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ 1 യൂണിറ്റ് എന്താണ്? 1 യൂണിറ്റ് എന്ന് പറയുന്നത് 10 ഡേയ്സ് ആയിരിക്കും. ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ചെയ്യേണ്ടത് ദെൻ ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ രവി ടു കംപ്ലീറ്റ് ദ വർക്ക്. രവി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന വർക്ക് ടൈം, അതായത് രവിൻ്റെ 3 യൂണിറ്റ് ആണ്. 3 × 1 യൂണിറ്റിന് 10 ആണ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 3 × 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡേയ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത്. 30 ഡേയ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുക. ക്ലിയർ? അതായത് ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, രവിയും രാജു ഉണ്ട്. രാജു എന്ന് പറയുന്നത് രവിനേക്കാളും 3 ടൈംസ് എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ 1:3 കിട്ടി. ടൈം എടുക്കുമ്പോൾ നേരെ തിരിച്ചിടാം, 1:3 കിട്ടി. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ 2 യൂണിറ്റ് ആണ്. പക്ഷേ ആക്ച്വലി എത്രയാണ്? 20 ഡേയ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ടൈമാണ് പറയുന്നത്. ടൈം ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 യൂണിറ്റ് ആണ്. ആക്ച്വലി 20 ഡേയ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 യൂണിറ്റ് എന്ന് പറയുന്നത് 20 ഡേയ്സ് ആയിരിക്കും. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 10 ഡേയ്സ് ആയിരിക്കും. ക്വസ്റ്റ്യനിൽ ചോദിച്ചത് രവീൻ്റെ 3 യൂണിറ്റ് ആണ്. അപ്പോൾ 3 യൂണിറ്റ് എന്ന് പറയുന്നത് 3 × 10 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡേയ്സ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നോക്കിയേ. എ കംപ്ലീറ്റ്സ് 2/5 പാർട്ട് ഓഫ് എ വർക്ക് ഇൻ X days. അപ്പോൾ after then he calls B and they together finish the remaining work in 6 days. If B alone take 100/6 days, then find the value of X. അപ്പോൾ ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് 2/5 പാർട്ട് ആര് കംപ്ലീറ്റ് ചെയ്തു? പാർട്ട് X ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ റിമൈനിങ് പാർട്ട് എത്രയാണ്? 2/5 പാർട്ട് കംപ്ലീറ്റ് ചെയ്താൽ റിമൈനിങ് എത്രയാണ്? റിമൈനിങ് എന്ന് പറയുന്നത് 3/5 പാർട്ടാണ്. ക്ലിയർ? റിമൈനിങ് എന്ന് പറയുന്നത് 3/5 പാർട്ടാണ്. സോ ഇവിടെ നമുക്ക് ആരൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? ഈ 3/5 പാർട്ട് വർക്ക് ആര് കംപ്ലീറ്റ് ചെയ്യണം? എയും, അതായത് എ ബീനെ കൊണ്ടുവന്നു. സോ അവർ രണ്ടും കൂടിയിട്ട് A+B ആണ് റിമൈനിങ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എയും ബിയും കൂടിയിട്ട് എത്രയാ? 3/5 പാർട്ട് അവർ കംപ്ലീറ്റ് ചെയ്യണം. എത്ര ഡേയ്സ് കൊണ്ട്? 6 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അവർ രണ്ടും കൂടി 6 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 3/5 പാർട്ടാണ് 6 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടി ഫുൾ പാർട്ട് എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? ഫുൾ ആണെങ്കിൽ ഫുൾ പാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ 6 × 5 നമ്മൾ നേരത്തെ ചെയ്ത പോലെ /3 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 10 ഡേയ്സ് കൊണ്ടാണ് എയും ബിയും ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ക്ലിയർ? ബി ആണെങ്കിലോ A+B എന്ന് പറയുന്നത് 10 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ബി അലോൺ എത്രയാണ്? 100/6 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യും. ദെൻ ഫൈൻഡ് എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ? അതായത് എന്താ? 2/5 പാർട്ട് ഓഫ് എ വർക്ക് ഇൻ X ഡേയ്സ്. അപ്പോൾ 2/5 പാർട്ട് X ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. ആ X ഡേയ്സ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 10ഉം 100/6ഉം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ LCM എന്തായിരിക്കും? ഇതിൻ്റെ LCM എന്ന് പറയുന്നത് നമുക്ക് 100 ആയിരിക്കും. ഓക്കെ, 100 ആയിരിക്കും. അതായത് 10 × 10 100, 100/6 ഇൻറ്റു എന്താണ് 100 കിട്ടുക? 6 ചെയ്താൽ 100 കിട്ടില്ലേ? ഇൻറ്റു 6 ചെയ്താൽ 100 കിട്ടും. സോ ഇതാണ് ഇതിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ? എയിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. A+B 10 ആണ്, ബി എന്താണ്? 6 ആണ്. അപ്പോൾ എ എത്രയായിരിക്കും? 4 ആയിരിക്കും. ക്ലിയർ? ഇത്രയാണ് നമുക്ക് കിട്ടുക. ഇനി പറയുന്നു എന്താ? എയും ബിയും കൂടി എത്ര ഡേയ്സ് വർക്ക് ചെയ്യുന്നു? A+B എന്ന് പറയുന്നത് എത്ര ഡേയ്സ് വർക്ക് ചെയ്യുന്നു? എയും ബിയും റിമൈനിങ് 6 ഡേയ്സ് വർക്ക് ചെയ്യുന്നു. സോ അവരുടെ എഫിഷ്യൻസി 10 ആണ്. അവർ 6 ഡേയ്സ് വർക്ക് ചെയ്യുന്നു. സോ
ടോട്ടൽ എത്രയാണ് 60 വർക്കാണ് അവർ കംപ്ലീറ്റ് ചെയ്തത്. ക്ലിയർ, 60 വർക്കാണ് കംപ്ലീറ്റ് ചെയ്തത്. റിമൈനിങ് വർക്ക് ആരാ കംപ്ലീറ്റ് ചെയ്തത്? റിമൈനിങ് വർക്ക് 40 വർക്ക് ഇനിഷ്യലി ആരാ എ ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്തു. ആ റിമൈനിങ് വർക്കാണ് എന്താണ് 2/5 പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 40 വർക്ക് എ ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്തു. 40 വർക്കാണ് എ ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്തത്. എത്ര ആണ് എഫിഷ്യൻസി? എയുടെ എഫിഷ്യൻസി 4 ആണ്. സോ ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ചെയ്താൽ നമ്പർ ഓഫ് ഡേയ്സ് കിട്ടും, 10 ഡേയ്സ് ആണെന്ന് കിട്ടും. 10 ഡേയ്സ്. ക്ലിയർ, ഈ 10 ഡേയ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ള എക്സ്. ക്ലിയർ, ഈ 10 ഡേയ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ള എക്സ്. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 10 ഡേയ്സ് ആണ് കിട്ടുക. ക്ലിയർ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ നോക്കിയാൽ കുറച്ച് PYQ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. PYQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ 2011 മുതൽ ഇങ്ങോട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുള്ളത്. എ കോൺട്രാക്ട് ഓൺ കൺസ്ട്രക്ഷൻ ജോബ് സ്പെസിഫൈ എ പെനാൽറ്റി ഫോർ ഡിലേ ഇൻ completion of work beyond a certain dates is as follows. Rupees 200 for first day, 250 for second day, 300 for third day. അങ്ങനെ പോകും. The penalty for each succeeding day being 50 more. അതായത് ആദ്യം 200, പിന്നെ 250, 300, 350 അങ്ങനെ പോകും. How much penalty should the contractor pay if he delay 10 days? അതായത് 10 ഡേയ്സ് ഡിലേ ആയാൽ എത്ര ആണ് ആ കോൺട്രാക്ടർ പേ ചെയ്യേണ്ടത്? സോ ഇത് നമുക്ക് ടൈം ആൻഡ് വർക്കിൻ്റെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല, ഒരു AP-ൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അറിയാമല്ലോ. അതായത് ഇവിടെ പറയുന്നത് ഫസ്റ്റ് ഡേ ഡിലേ ആകുന്ന ഫസ്റ്റ് ഡേ 200 ആണ് കൊടുക്കേണ്ടത്. സെക്കൻഡ് ഡേ എന്ത് കൊടുക്കണം? 250 കൊടുക്കണം. തേർഡ് ഡേ എന്ത് കൊടുക്കണം? 300. ഫോർത്ത് ഡേ 350. അങ്ങനെയാണ് പെനാൽറ്റി കൊടുക്കേണ്ടത്. സോ ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് 50 ആണ് ഡിഫറൻസ്. സോ അങ്ങനെ 10 ഡേയ്സ് കൊണ്ട് എത്ര പെനാൽറ്റി കൊടുക്കണം? ഇങ്ങനെ 10 ഡേയ്സ് കൊണ്ട് എത്ര പെനാൽറ്റി കൊടുക്കണം? അതിന് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വെച്ച് സിമ്പിളായി കാണാം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സമ്മ്, ഒരു AP-ൻ്റെ സമ്മ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. എന്താണ് സമ്മ് എന്ന് പറഞ്ഞാൽ? n/2 × 2a + n - 1 × d ആണ് ഇതിൻ്റെ സമ്മ്. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സമാന്തര ശ്രേണി. എന്താണ്? അതായത് തൊട്ടടുത്തുള്ള വാല്യൂ, അടുത്തടുത്തുള്ള രണ്ട് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും കോമൺ ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഇത് രണ്ടും തമ്മിൽ 50 ആണ്, ഇത് രണ്ടും തമ്മിൽ 50 ആണ്, ഇവിടെയും 50 ആണ്. അങ്ങനെ തൊട്ടടുത്തുള്ള രണ്ട് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് 50 ആണെങ്കിൽ, 50 അല്ല ഒരു കോമൺ ടേം ആണെങ്കിൽ അതിനെ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയും. അപ്പം അതിൻ്റെ നമ്പർ ഓഫ് ഒരു 10, 20 എത്ര നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള, തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്. n/2 × 2a + n - 1 × d. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. ക്വസ്റ്റ്യനിൽ എത്രയാണ്? 10 ഡേയ്സ് ആണ് ഡിലേ ആവുന്നത്. സോ ടോട്ടൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും നമുക്ക് ആഡ് ചെയ്യാൻ? 10 ആണ്. സോ 10/2 × 2 × a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എത്രയാണ്? ഫസ്റ്റത്തെ ക്വാണ്ടിറ്റി 20, 200 പ്ലസ് n - 1. n - 1 എത്രയാണ്? 10 - 1 9. അപ്പോൾ 9 × d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 50. ഇതാണ് കിട്ടുക. സോ ഈക്വൽ ടു 5 × 400 പ്ലസ് 450. ക്ലിയർ, ഇതാണ് കിട്ടുക. സോ എന്താ? 850 × 5, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 0524. 4250 ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ്. സോ ഇത് CSAT-ൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ക്ലിയർ. നെക്സ്റ്റ് നോക്കിയേ, ദ ഫുൾ ടാങ്ക് ഫുൾ ഓഫ് പെട്രോൾ ഇൻ അരുൺസ് മോട്ടോർ സൈക്കിൾ ലാസ്റ്റ് ഫോർ 10 ഡേയ്സ്. അപ്പോൾ ഫുൾ ടാങ്ക് ഉണ്ടെങ്കിൽ 10 ഡേയ്സ് ലാസ്റ്റ് ചെയ്യും. ഇഫ് ഹി സ്റ്റാർട്ട്സ് യൂസിങ് 25% മോർ എവറി ഡേ, ഹൗ മെനി ഡേയ്സ് വിൽ ദ ടാങ്ക് ഫുൾ ഓഫ് പെട്രോൾ ലാസ്റ്റ്? അതായത് സാധാരണ ആരാണ്? അരുണ് എന്താണ്? ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടെങ്കിൽ 10 ഡേയ്സ് ലാസ്റ്റ് ചെയ്യും. പക്ഷേ എന്തായി? 25% മോർ യൂസേജ് വന്നു ഇപ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ഡേയ്സ് അത് ലാസ്റ്റ് ചെയ്യും? ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 100 ലിറ്റർ ആണ് ടോട്ടൽ ഇപ്പോൾ ഉള്ളതെന്ന് വിചാരിക്കാം. ഫുൾ ടാങ്ക് 100 ലിറ്റർ ആണെന്ന് വിചാരിക്കുന്നു. ഫുൾ ടാങ്ക് ഓക്കെ, 100 ലിറ്റർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ഡേയ്സ് പോകും? 10 ഡേയ്സ് ഫുൾ ടാങ്കിൽ പോകും. അങ്ങനെ ആണെങ്കിൽ 1 ഡേ യൂസ് ചെയ്യുന്ന പെട്രോൾ എത്രയായിരിക്കും? 1 ഡേ യൂസ് ചെയ്യുന്ന പെട്രോൾ എന്ന് പറയുന്നത് ടോട്ടൽ 100 ലിറ്റർ ആണുള്ളത്. 10 ഡേയ്സ് പോകും. 100/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ലിറ്റർ ആണ് ഒരു ഡേ യൂസ് ചെയ്യുന്ന പെട്രോൾ. ക്ലിയർ. പക്ഷേ 25% മോർ എന്താ യൂസേജ് വന്നു.
അപ്പോൾ ഈ 10ന്റെ 25% യൂസേജ് വന്നു. അപ്പോൾ 10ന്റെ 25% എത്രയാണ്? 10ന്റെ 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.5 അല്ലേ? 2.5 ആണ് 25%. അതായത് 10% എന്ന് പറഞ്ഞാൽ 1 ആണ്, 20% 2 ആണ്, പിന്നെ ഒരു 5% കൂടെ, അപ്പോൾ 0.5. സോ 2.5 ആണ് ഇതിൻ്റെ 25% എന്ന് പറയാം. സോ ടോട്ടൽ 12.5 ലിറ്ററാണ് പുതിയതായിട്ട് ന്യൂ യൂസേജ് വന്നത്. ന്യൂ യൂസേജ് എന്ന് പറയുന്നത് എത്രയാണ്? 12.5 ലിറ്റർ. ഇനിഷ്യലി എത്രയാണ്? 10 ലിറ്റർ, ഇപ്പോൾ 12.5 ലിറ്റർ വന്നു. സോ അങ്ങനെയാണെങ്കിൽ എത്ര ഡേയ്സ് ലാസ്റ്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. സോ ടോട്ടൽ എത്ര ലിറ്ററാണ്? 100 ലിറ്റർ. ഡെയിലി എത്ര യൂസേജ്? 12.5. സോ എന്ത് കിട്ടും? 8 ഡേയ്സ് ആണ് ലാസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ. പ്രീവിയസ് ഇയർ PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, 13ൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 18 ഡേയ്സ്, 8 ഡേയ്സ്. നെക്സ്റ്റ് ഓക്കെ, ദർ വെയർ ഫുഡ് ഫോർ എത്രയാണ്? 1000 സോൾജേഴ്സ് ഫോർ 1 മന്ത്. 1000 സോൾജേഴ്സിന് 1 മന്ത് ഉള്ള ഫുഡ് ഉണ്ട്. സോ ഇവിടെ എന്താണ്? 1000 സോൾജേഴ്സിനുണ്ട് എത്രയാണ്? 1 മന്ത്, 30 ഡേയ്സിനുള്ള ഫുഡ് ഉണ്ട്. സോ ആഫ്റ്റർ 10 ഡേയ്സ് 1000 മോർ സോൾജേഴ്സ് ജോയിൻ ചെയ്തു. അപ്പോൾ 10 ഡേയ്സ് കഴിഞ്ഞിട്ട് ഒരു 1000 സോൾജേഴ്സും കൂടെ ജോയിൻ ചെയ്തു. അപ്പോൾ എത്രയാണ്? 2000 ആയി. സോ ഹൗ ലോങ് വുഡ് ദ സോൾജേഴ്സ് ബി ഏബിൾ ടു ക്യാരി വിത്ത് ദ റിമൈനിങ് ഫുഡ്? അപ്പോൾ എന്താണ്? ആദ്യം 1000 ആൾക്കാർക്ക്, 1000 സോൾജേഴ്സിന് 30 ഡേയ്സ് ആ ഫുഡ് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? 30 ഡേയ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 10 ഡേയ്സ് കഴിഞ്ഞു. റിമൈനിങ് ഫുഡ് എത്രയാണുള്ളത്? 10 ഡേയ്സ് കഴിഞ്ഞു. റിമൈനിങ് ഫുഡ് 1000 ആൾക്കാർക്ക് ആഫ്റ്റർ 10 ഡേയ്സ് ആണ്. ആഫ്റ്റർ 10 ഡേയ്സ് 1000 ആൾക്കാർക്ക് 20 ഡേയ്സ് യൂസ് ചെയ്യാനുള്ള ഫുഡ് അവിടെ ബാക്കിയുണ്ട്. ക്ലിയർ? പക്ഷേ 20 ഡേയ്സ് യൂസ് ചെയ്യാനുള്ള ഫുഡ് ബാക്കിയുണ്ട്. പക്ഷേ എന്ത്? 1000 അല്ല, 2000 ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ 10 ഡേയ്സ് കഴിഞ്ഞു. ആദ്യത്തെ 10 ഡേയ്സ് അവർ യൂസ് ചെയ്തു. റിമൈനിങ് എത്രയാണ്? 20 ഡേയ്സിനുള്ള ഫുഡ് അവിടെ ബാക്കിയുണ്ട്. പക്ഷേ അവിടെ 1000 അല്ല, 2000 ആണ്. അപ്പോൾ 2000 ആൾക്കാർ വന്നാൽ എന്തായി? നമ്പർ ഓഫ് ഡേയ്സ് കുറഞ്ഞില്ലേ? ഇതിൻ്റെ ഹാഫ് ആവും. 10 ഡേയ്സ് യൂസ് ചെയ്യാനുള്ള ഫുഡ് മാത്രമാണ് ഉള്ളത്. സോ എന്താ? ഹൗ ലോങ് വുഡ് ബി ദ സോൾജേഴ്സ് ബി ഏബിൾ ടു ക്യാരി ഓൺ ദ വിത്ത് ദ റിമൈനിങ് ഫുഡ്? എത്ര ഡേയ്സ് ആണ്? 10 ഡേയ്സ് ആണ് ക്യാരി ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് ഡബിൾ ആകുമ്പോൾ ഇത് എന്തായി? ഹാഫ് ആവും. ഓക്കെ, ഇതാണ് ആൻസർ. ഓപ്ഷൻ ഏതാണ്? സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് നോക്കിയാൽ വി ക്യാൻ W ക്യാൻ ഡു 25% വർക്ക് ഇൻ 30 ഡേയ്സ്. അപ്പോൾ W എന്ന് പറയുന്നത് 25%. അപ്പോൾ ഈ 25% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 അല്ലേ 25 എന്ന് പറഞ്ഞാൽ? 1/4 പാർട്ട് വർക്ക് 30 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫുൾ വർക്ക് എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണ് ഇതുപോലത്തെ. ഫുൾ വർക്ക് എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? ഫുൾ വർക്ക് എന്ന് പറയുന്നത് 30 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡേയ്സ് കൊണ്ട് റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ? അടുത്തത് എക്സ് ക്യാൻ ഡു. എക്സ് എന്ന് പറയുന്നത് 1/4 വർക്ക് 10 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫുൾ വർക്ക് എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? 10 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ? 40 ഡേയ്സ് ആണ് എക്സ് എടുക്കുക. നെക്സ്റ്റ് വൈ ക്യാൻ ഡു. വൈ എന്ന് പറയുന്നത് 40%. 40% എന്ന് പറഞ്ഞാൽ എന്താ? 40/100 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 2/5. 2/5 വർക്ക് എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? 40 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്രയാണ്? 40 × 5 / 2 20 × 5 100 ഡേയ്സ് എടുക്കും. ആര്? വൈ കംപ്ലീറ്റ് ചെയ്യാൻ. നെക്സ്റ്റ് എന്താ? സെഡ് എന്ന് പറയുന്നത് 1/3 വർക്ക് പാർട്ട് 13 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫുൾ വർക്ക് എത്രയാണ്? 13 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 39 ഡേയ്സ് കൊണ്ടാണ് റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. 39 ഡേയ്സ് കൊണ്ടാണ് റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? ഹൂ വിൽ കംപ്ലീറ്റ് ദ വർക്ക് ഫസ്റ്റ്? അപ്പോൾ ഇതിൽ ആരായിരിക്കും ഫസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക? ആരായിരിക്കും? സെഡ്. 39 ഡേയ്സ് മാത്രമാണ്. സോ ഓപ്ഷൻ ഡി സെഡ് ആണ് പെട്ടെന്ന് വർക്ക് ഫിനിഷ് ചെയ്യുക. ഓപ്ഷൻ ആരാ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ 2017 ചോദിച്ചതാണ്. പി വർക്ക്സ് ട്വൈസ് ആസ് ഫാസ്റ്റ് ആസ് ക്യൂ. പി എന്ന് പറയുന്നത് പിയും ക്യൂവും തമ്മിലുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത് ക്യൂവിനേക്കാളും ട്വൈസ് ആസ് ഫാസ്റ്റ് ആസ് എന്ന് പറഞ്ഞു. അപ്പോൾ Q1 ആണെങ്കിൽ P3 ആണ്. ക്ലിയർ? അത് ഓക്കെയാണ്. ഇനി വേറെ P
ആൻഡ് ക്യൂ ടുഗദർ. അടുത്ത് പറയുന്നത് പി പ്ലസ് ക്യൂ ടുഗദർ ക്യാൻ വർക്ക് 4 times ആസ് ഫാസ്റ്റ് ആസ് ആർ. ആസ് ഫാസ്റ്റ് ആസ് എന്ന് പറഞ്ഞു. അപ്പോൾ ആറിനേക്കാളും എന്താണ് 4 times ഫാസ്റ്റ് ആയിട്ടാണ് പി പ്ലസ് ക്യൂ വർക്ക് ചെയ്യുന്നത്. സോ ക്യൂ ആൻഡ് ആർ ടുഗദർ വർക്ക് ഓൺ ജോബ് ഇൻ വാട്ട് റേഷ്യോ ദേ ഷെയർ ഏണിങ്സ്. അപ്പോൾ അവരുടെ ഏണിങ്സ് ഷെയർ ചെയ്യുന്നത് പി ക്യു ആർ. അപ്പോൾ എന്താണ് ഇവിടെ ഏണിങ്സ് എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ഷെയർ ചെയ്യുക? എന്തിൻ്റെ ബേസിലാണ് ഷെയർ ചെയ്യുക? നമ്മൾ എഫിഷ്യൻസിൻ്റെ ബേസിലാണ് ഷെയർ ചെയ്യുക. അപ്പോൾ ആക്ച്വലി ഇവിടെ ചോദിക്കുന്നത് എന്താണ്? ഇവരുടെ എഫിഷ്യൻസിൻ്റെ റേഷ്യോ എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ നമ്മളിവിടെ നോക്കിയാൽ പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ 3 കിട്ടിയില്ലേ? ഇവിടെ 3 കിട്ടി. അപ്പോൾ ഇവിടെ ഇത് 2 റേഷ്യോ ആണ്. പിൻ്റെ ക്യൂവിൻ്റെ ആദ്യത്തത്, രണ്ടാമത്തെ പി പ്ലസ് ക്യൂ ആറ് നമ്മളുടെ റേഷ്യോ രണ്ടാമത്തെ. പക്ഷേ ഇവിടെ നോക്കിയേ പിയും ക്യൂവും നമ്മൾ ആഡ് ചെയ്താൽ 4 കിട്ടും. പക്ഷേ ഇത് ഇവിടെ പി പ്ലസ് ക്യൂ 4 തന്നെയാണ്. ക്ലിയർ? അപ്പോൾ അങ്ങനെ രണ്ടും ഈക്വലായി വന്നുകൊണ്ട് നമുക്ക് ഡയറക്റ്റായി റേഷ്യോസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ ഇവിടെ ഒരു 5 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായി യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നോക്കിയേ പിയും ക്യൂവും ആഡ് ചെയ്താൽ നമുക്ക് 4 കിട്ടും. ഇതൊന്ന് ആഡ് ചെയ്താൽ 4 കിട്ടും. ആ 4 തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായി റേഷ്യോസ് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പി ക്യൂ ആറ് തമ്മിലുള്ള റേഷ്യോ എന്താണ്? പി എന്ന് പറയുന്നത് 3 ആണ്, ക്യൂ എന്ന് പറയുന്നത് 1 ആണ്, ആർ എന്ന് പറയുന്നത് 1 ആണ്. ഇതാണ് ഇവരുടെ മൂന്നിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത്. 3:1:1. ക്ലിയർ? ഈ റേഷ്യോ ഇവിടെ അപ്ലൈ ചെയ്ത വ്യത്യാസമില്ലല്ലോ. പി എന്ന് പറയുന്നത് 3 ആണ്, ക്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ടോട്ടൽ 4 തന്നെ കിട്ടും. സോ 3:1:1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ പേഴ്സൺ എക്സ് ക്യാൻ കംപ്ലീറ്റ് 20% വർക്ക് ഇൻ 8 days. അപ്പോൾ എക്സ് എത്രയാണ്? 20%. 20% എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പെർസെൻറ്റേജ് ക്ലാസ് പഠിച്ചു. എന്താണ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ? 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. എത്ര ഡേയ്സ്? 8 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫുൾ വർക്ക് എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? ഫുൾ വർക്ക് എന്ന് പറയുന്നത് 8 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 days കൊണ്ടാണ് ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ക്ലിയർ? ഇനി വൈ ആണെങ്കിൽ വൈ ക്യാൻ കംപ്ലീറ്റ് 25%. 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25%? 1/4 ആണ് 25%. അതെങ്ങനെ ഫൈൻഡ് ചെയ്യുന്നത് വെച്ചാൽ 25% എന്ന് വെച്ചാൽ എന്താണ്? 25/100 ആണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/4 ആയിട്ട് കിട്ടും. അതാണ് ഇവിടെ എഴുതിയത്. ക്ലിയർ? അപ്പോൾ വൈ എന്ന് പറയുന്നത് 1/4. 1/4 വർക്ക് എത്ര ഡേയ്സ് എടുക്കും? 6 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. 6 days കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫുൾ വർക്ക് എത്ര ഡേയ്സ് എടുക്കും? ഫുൾ വർക്ക് എന്ന് പറയുന്നത് 6 × 4 days. ക്ലിയർ? 6 × 4 days കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അതെത്രയാണ്? 24. 24 days കൊണ്ടാണ് ആരാണ്? വൈ കംപ്ലീറ്റ് ചെയ്യുക വർക്ക്. ക്ലിയർ? ഇഫ് ദേ വർക്ക് ടുഗദർ ഇൻ ഹൗ മെനി ഡേയ്സ്? 40% വർക്കാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. എക്സ് എന്ന് പറയുന്നത് 40 days, വൈ എന്ന് പറയുന്നത് എത്രയാണ്? 24 days. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ LCM എന്താണ്? LCM കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ? നമുക്ക് LCM അറിയാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വലിയ വാല്യൂ മാറ്റി വെക്കുക. ലാർജർ വാല്യൂ 40 മാറ്റി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക? 24/40 ചെയ്യുക. സോ ഇതും കട്ട് ചെയ്താൽ ആദ്യം 12, 20, വീണ്ടും കട്ട് ചെയ്യുന്നു. എത്രയാണ്? 6, 10, വീണ്ടും കട്ട് ചെയ്യുന്നു. 3, 5. ഇപ്പോൾ ന്യൂമറേറ്ററിൽ നമുക്ക് എന്ത് കിട്ടി? 3 കിട്ടി. ആ ന്യൂമറേറ്ററിൽ കിട്ടിയ വാല്യൂവിനെ കൊണ്ട് അതിൻ്റെ LCM കൊണ്ട്, അതായത് ന്യൂമറേറ്ററിൽ ഒറ്റ വാല്യൂ ആയതുകൊണ്ട് ഇവിടെ ഒറ്റ ടേമേ ഉള്ളൂ. 24 എന്നുള്ള ടേം മാത്രമാണ്. കുറേ ടേം ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിനെയും കൂടി നമ്മൾ LCM എടുക്കണം. അപ്പോൾ എന്നിട്ട് ആ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 120 ആണ് ഇവിടുത്തെ LCM കിട്ടുക. സോ ഇത്രയും നമ്പേഴ്സിൻ്റെ 40ൻ്റെയും 24ൻ്റെയും LCM എന്ന് പറയുന്നത് 120 ആണ്. ക്ലിയർ? അപ്പം അങ്ങനെയാണെങ്കിൽ 40 × 3 ആണ് 120, 24 × 5 ആണ് 120. സോ LCM ഇവരുടെ എഫിഷ്യൻസി കിട്ടി. ഇനി രണ്ടുപേരും ഇഫ് ദേ വർക്ക് ടുഗദർ ആണ് പറയുന്നത്. സോ എക്സ് പ്ലസ് വൈൻ്റെ എഫിഷ്യൻസി എന്താണ്? 8 ആണ്. ക്ലിയർ? 40% വർക്കാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 120ൻ്റെ 40% എന്താണ്? 120ൻ്റെ 40% എന്ന് പറയുന്നത് അത്രയും വർക്കാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ 40% ഓഫ് ദ വർക്ക് വിൽ കംപ്ലീറ്റ്? 40% അതായത് 12. 10% എന്ന് പറഞ്ഞാൽ എന്താണ്? 10% എന്ന് പറഞ്ഞാൽ 12 ആണ്. അങ്ങനെയാണെങ്കിൽ 40% എന്താണ്? ഇൻറ്റു 4 ചെയ്താൽ പോരെ? അപ്പോൾ ടോട്ടൽ 48 ആണ് വർക്കാണ് 40% എന്ന് പറയാം. സോ 48 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഇവർക്ക് രണ്ടിനും കൂടി എത്ര ഡേയ്സ് വേണം? ഡിവൈഡ് ബൈ എഫിഷ്യൻസി 8 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എത്ര കിട്ടും? 6 days ആണ് കിട്ടുക. 6 days. അപ്പോൾ 6 days ആണ് നമുക്ക് കിട്ടുക. 48 ഡിവൈഡ് ബൈ 8 എന്ന് പറയുന്നത് 6 days ആണ് കിട്ടുക. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 2020 ചോദിച്ച ക്വസ്റ്റ്യൻ.
നെക്സ്റ്റ് നോക്കിയാൽ എന്താണ് 21 ചോദിച്ചതാണ് എ മാൻ കംപ്ലീറ്റ് 7/8 പാർട്ട്. മാൻ എന്താണ് 7/8 ജോബ് എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? 21 ഡേയ്സ് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഫുൾ വർക്ക് എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? 21 ഇൻറ്റു ഡിനോമിനേറ്റർ ഡിവൈഡ് ബൈ ന്യൂമറേറ്റർ. ഇതും കട്ട് ചെയ്തു 3 കിട്ടി. 3 × 8 24 ഡേയ്സ് കൊണ്ടാണ് മാൻ കംപ്ലീറ്റ് ചെയ്യുക. ക്ലിയർ? അത് കിട്ടി. ഇനിയെന്താ ഹൗ മെനി മോർ ഡേയ്സ്? അപ്പോൾ ഇവിടെ നോക്കേണ്ടത് മോർ ഡേയ്സ് ആണ് പറയേണ്ടത്. വിൽ ഇറ്റ് ടേക്ക് ഹിം ടു ഫിനിഷ് ദ ജോബ് ഇഫ് ക്വാണ്ടം ഓഫ് വർക്ക് ഈസ് ഫർദർ ഇൻക്രീസ്ഡ് ബൈ 50%. അപ്പോൾ എന്താ 50% വർക്ക് ഇൻക്രീസ് ആയി, മോർ ഡേയ്സ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ വർക്ക് ഇപ്പോൾ എത്രയാണ്? 24 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. 50% വർക്ക് കംപ്ലീറ്റ് 100% വർക്കാണ് 24 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തത്. ക്ലിയർ? 20% വർക്ക് കംപ്ലീറ്റ് ചെയ്തത് 100% വർക്കാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഇയാൾ വീണ്ടും 50% വർക്കും കൂടെ വന്നാൽ ഇതിൻ്റെ കൂടെ ഒരു 12 ഡേയ്സും കൂടെ വർക്ക് വരില്ലേ? 100% വർക്ക് 24 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ 50% വർക്ക് എത്ര? 12 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 50% വർക്ക് ഇൻക്രീസ് ചെയ്താൽ 12 ഡേയ്സും കൂടെ കൂടും. അപ്പോൾ ടോട്ടൽ എത്ര ഡേയ്സ് ആയി? 36 ഡേയ്സ് ആണ് വർക്ക് ചെയ്യേണ്ടത്. സോ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? എ മാൻ കംപ്ലീറ്റ് 21 ഡേയ്സ് വർക്ക് ചെയ്തു. ബാക്കി എത്ര ഡേയ്സ് ആണ് വർക്ക് ചെയ്യേണ്ടത്? ടോട്ടൽ 36 ഡേയ്സ് ആണുള്ളത്. അതിൽ 21 ഡേയ്സ് വർക്ക് ചെയ്തു. റിമൈനിങ് എന്ന് പറയുന്നത് 15 ഡേയ്സ് ആണ്. സോ ഇൻ ഹൗ മെനി മോർ ഡേയ്സ് വിൽ ഇറ്റ് ടേക്ക് ഹിം ടു ഫിനിഷ് ദ ജോബ് ഇഫ് ദ ക്വാണ്ടം ഓഫ് വർക്ക് ഈസ് ഫർദർ ഇൻക്രീസ്ഡ് ബൈ 50%. സോ റിമൈനിങ് എത്ര ഡേയ്സ് ആണ്? 15 ഡേയ്സ് ആണ് ആവശ്യമുള്ളത്. ക്ലിയർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, 15 ഡേയ്സ്. നെക്സ്റ്റ് നോക്കിയേ. അപ്പോൾ ഇത് നോക്കിയാൽ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത വർക്കാണ്. അതായത് 24 men പ്ലസ് 12 വിമൺ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 30 ഡേയ്സ്. ക്ലിയർ? അങ്ങനെ വന്നു. ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താ? ഇൻ ഹൗ മെനി ഡേയ്സ് 12 men പ്ലസ് 24 വുമൺ ക്യാൻ ഡു എ വർക്ക്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഇതുപോലത്തെ 2 ഇക്വേഷൻ തരും. 24 men പ്ലസ് 12 വുമൺ ഈക്വൽ ടു സംതിങ്. അതുപോലെ അടുത്തൊന്നും കൂടെ തരും. മൂന്നാമത്തെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ എന്താണ്? ഒന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ഇത് വെച്ചിട്ട് നമ്മൾ ഇത് കണ്ടുപിടിക്കണം. ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ? അതിന് പകരം ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നാൽ എന്താണ്? 12 men, അതായത് ആദ്യം 24 മെന്നും 12 വുമണും കംപ്ലീറ്റ് ചെയ്യുന്നു. 30 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: 12 men പ്ലസ് 6 വിമൺ എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു ചോദിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടും. ഈ ഒറ്റ ഇക്വേഷൻ വെച്ച് നമുക്ക് ആൻസർ കിട്ടും. എങ്ങനെയാണ്? ഇതിൻ്റെ നേരെ പകുതി അല്ല ഇത്? 24ൻ്റെ പകുതി 12, 12ൻ്റെ പകുതി 6. അപ്പം എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക? നേരെ ഇതിൻ്റെ പകുതി എത്രയാ? പകുതിയാണോ? ഇതിൻ്റെ എന്തായി? ഇതിനേക്കാളും വർക്ക് ഇരട്ടി എടുക്കില്ലേ? അതായത് ആൾക്കാർ ഇതിൻ്റെ പകുതിയായി. അപ്പോൾ വർക്ക് ഡേയ്സ് എന്താവും? ഇതിൻ്റെ ഇരട്ടിയാവും, 60 ഡേയ്സ് എടുക്കും. ക്ലിയർ? അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നോക്കിയാൽ എന്താ? ഇതിൻ്റെ ഹാഫ് ഇവിടെ 12, പക്ഷേ ഇതിൻ്റെ എന്തായി? ഡബിളായി ആൾക്കാർ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മാനും വുമണും തമ്മിലുള്ള എഫിഷ്യൻസിൻ്റെ റിലേഷൻ നമുക്കറിയില്ല. അപ്പോൾ റിലേഷൻ അറിയാത്തത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണ്? M/W കണ്ടുപിടിക്കും. എഫിഷ്യൻസിൻ്റെ റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കും. ആ റിലേഷൻ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുക. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഡാറ്റ ഈസ് ഇൻഅഡിക്വേറ്റ് ആണ്. ഇവിടെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ? അത് മനസ്സിലായോ? അതായത് ഇവിടെ നമുക്ക് എമ്മിൻ്റെയും ഡബ്ല്യുവിൻ്റെയും അതായത് എഫിഷ്യൻസി എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇതുപോലെ ചോദിക്കണം: കറക്റ്റ് ഹാഫ്, അല്ലെങ്കിൽ കറക്റ്റ് ഡബിൾ, അല്ലെങ്കിൽ കറക്റ്റ് 3 times, അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താണ്? മാൻ എന്ന് പറയുന്നത് ഹാഫായി, വുമൺ എന്ന് പറയുന്നത് ഡബിളായി. അപ്പോൾ അത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കിയാൽ ABC വർക്കിംഗ് ഇൻഅഡിക്വേറ്റ്ലി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 8, 16, 12. അപ്പോൾ എ എന്ന് പറയുന്നത് എത്ര ഡേയ്സ് ആണ്? 8 ഡേയ്സ്. ബി എന്ന് പറയുന്നത് 16 ഡേയ്സ്. സി എന്ന് പറയുന്നത് 12 ഡേയ്സ്. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. എ അലോൺ വർക്ക് ഫോർ ഓൺ മൺഡേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഇവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക. 8, 16, 12. 8, 16, 12ൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും? ഇതിൻ്റെ മൂന്നിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 48 ആണ് ഉണ്ടാവുക. സോ 8 × 6, 16 × 3,
12 ഇൻറ്റു 4. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ എഫിഷ്യൻസി കിട്ടുക. ക്ലിയർ? എഫിഷ്യൻസി കിട്ടി. ഇനി പറയുന്നത് എന്താ വെച്ചാൽ എ എലോൺ വർക്ക് ഓൺ മൺഡേ. മൺഡേ വർക്ക് ചെയ്യും. എ എന്ന് പറയുന്നത് മൺഡേ വർക്ക് ചെയ്തു. ബി എലോൺ വർക്ക് ഇൻ ട്യൂസ്ഡേ. ബി എന്ന് പറയുന്നത് ട്യൂസ്ഡേ. സി എന്ന് പറയുന്നത് വെനസ്ഡേ. എ എലോൺ എഗെയിൻ വർക്ക് ഇൻ തേഴ്സ്ഡേ. സോ ഈ സൈക്കിൾ കണ്ടിന്യൂ ആയിട്ട് പോകും. സോ ഓൺ. സോ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ, ദ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ഓൺ തേഴ്സ്ഡേ. അപ്പോൾ ഏത് ദിവസം വർക്ക് ഫിനിഷ് ചെയ്യുന്നത് നമ്മൾ നോക്കണം. സോ 3 ഡേയ്സ് കൊണ്ട് വെനസ്ഡേ വരെ എത്തി. അപ്പോൾ ടോട്ടൽ എത്ര വർക്ക് 3 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആവും? എ കംപ്ലീറ്റ് ചെയ്യുന്നത് 6 ആണ്, ബി 3 ആണ്, സി 4 ആണ്. സോ 13 വർക്കാണ് 3 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. 13 വർക്ക് 3 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് അപ്പോൾ ടോട്ടൽ 13 ഇൻറ്റു 3 എത്രയാണ്? 39 ആണ്. സോ വീണ്ടും ഒരു 3, വീണ്ടും ഒരു 3, ടോട്ടൽ 9 ഡേയ്സ് കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യും? 39 വർക്ക് കംപ്ലീറ്റ് ആവും. 9 ഡേയ്സ് കൊണ്ട് 39 വർക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ റിമൈനിങ് എത്ര വർക്കാണുള്ളത്? എത്രയുള്ളത്? ഇവിടെ 9 വർക്കും കൂടെ ഉണ്ട്. ക്ലിയർ? റിമൈനിങ് 9 വർക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ എ ബി സി, അപ്പോൾ ഇവിടെ സി ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എ ആണ്, പിന്നെ ബി ആണ്. സോ എ എന്ന് പറയുന്നത് 6 കംപ്ലീറ്റ് ചെയ്യും, ബി എന്ന് പറയുന്നത് 3 കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ? അപ്പോൾ ടോട്ടൽ ഇതാ ആ 9 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രയായി? ടോട്ടൽ 48 വർക്ക് കംപ്ലീറ്റ് ആയി. ക്ലിയർ? അപ്പോൾ 9 ഇവിടെ ഇതാ 3 3 3 9 വർക്കായി. പിന്നെ ഇതാ 10th ഡേ ഇതാണ് എ ആണ്, 11th ഡേ ബി ആണ്. സോ 11th ഡേ ബി ആണ് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ? അത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്? തേഴ്സ്ഡേ ആണോ വർക്ക് ഫിനിഷ് ആവുന്നത്? അതായത് തേഴ്സ്ഡേ ആണോ വർക്ക് ഫിനിഷ് ആവുന്നത്? അതായത് 11th ഡേ ആണ് വർക്ക് ഫിനിഷ് ആവുന്നത്. അപ്പോൾ എം സ്റ്റാർട്ട് ചെയ്തിട്ട് 8th ഡേ ആകുമ്പോൾ വീണ്ടും മൺഡേ ആണ്. 8th ഡേ മൺഡേ ആണ്. അതായത് ഫസ്റ്റ് ഡേ മൺഡേ, പിന്നെ 8th ഡേ മൺഡേ ആയിരിക്കും. പിന്നെന്താ 9th ട്യൂസ്ഡേ, 10th വെനസ്ഡേ, 11th ഡേ എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആയിരിക്കും. അത് കറക്റ്റ് അല്ലേ? 11th എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആണ്, 11th ഡേ ആണ് വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എന്താ? ഫസ്റ്റത്തെ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ദ വർക്ക് വിൽ ബി ഫിനിഷ് ഓൺ തേഴ്സ്ഡേ ആണ്. അത് കറക്റ്റാണ്. നെക്സ്റ്റ് എന്താ? വർക്ക് വിൽ ബി ഫിനിഷ് ഇൻ 10 ഡേയ്സ്. 10 ഡേയ്സ് അല്ല, 11 ഡേയ്സിലാണ് ഫിനിഷ് ചെയ്യുന്നത്. സോ സെക്കൻഡ് തെറ്റാണ്. സോ എന്താ, ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ഉള്ളത്? ഒൺലി 1 അല്ലേ കറക്റ്റ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഒൺലി 1 മാത്രമാണ് കറക്റ്റ്. തേഴ്സ്ഡേ അല്ലേ ഫിനിഷ് ചെയ്യുന്നത്? 11 ഡേയ്സ് എടുക്കും, 10 ഡേയ്സ് അല്ല. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? ഓപ്ഷൻ എ അല്ലേ കറക്റ്റ്? ഒൺലി 1 കൺക്ലൂഷൻ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ സെർട്ടൈൻ നമ്പർ ഓഫ് മെൻ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 6K. അപ്പോൾ എത്രയോ മെൻ ഉണ്ട്? എക്സ് മെൻ എന്ന് വിചാരിക്കാം. 6K ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. വെർ കെ ഈസ് നാച്ചുറൽ നമ്പർ ആണ്. ബൈ വാട്ട് പെർസെൻറ്റേജ് ഷുഡ് ദ നമ്പർ ഓഫ് മെൻ ബി ഇൻക്രീസ് സോ ദാറ്റ് ദ വർക്ക് ക്യാൻ ബി കംപ്ലീറ്റഡ് ഇൻ 5K ഡേയ്സ്. 5K ഡേയ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? M1 D1 H1 ആ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ തന്നിട്ടുള്ളത് M തന്നിട്ടുണ്ട്, M1 D1 ഈക്വൽ ടു M2 D2 ആണ് നമുക്കറിയുന്നത്. സോ ക്വസ്റ്റ്യൻ പറയുന്നത് എ സെർട്ടൈൻ നമ്പർ ഓഫ് മെൻ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 6K. അപ്പോൾ സെർട്ടൈൻ നമ്പർ ഓഫ് മെൻ അറിയില്ല, അത് M എന്ന് എടുക്കാം. എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? 6K ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഓക്കെയാണ്. ഈക്വൽ ടു എന്താ? ബൈ വാട്ട് പെർസെൻറ്റേജ് ഷുഡ് ദ നമ്പർ ഓഫ് മെൻ ബി ഇൻക്രീസ്? എത്രയോ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, എത്രയോ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഇത് നോക്കണ്ട, എത്രയോ പെർസെൻറ്റേജ് മെൻ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ എത്ര പെർസെൻറ്റേജ് മെന്നായിരിക്കും? അതായത് നമ്മളിപ്പോൾ ഉള്ള മെന്നിനേക്കാളും എത്രയോ ഇൻക്രീസ് ചെയ്യണം, X% ഇൻക്രീസ് ചെയ്യണം നമ്മൾ വിചാരിക്കാം. അപ്പോൾ X% എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ X% ഇൻക്രീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 + X/100 അങ്ങനെയല്ല കിട്ടുക. ഒരു എമൗണ്ടിൻ്റെ X% ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ 20%. ഒരു എമൗണ്ടിൻ്റെ 20% ഇൻക്രീസ് ചെയ്യണം. അതായത് ഇപ്പോൾ 10ൻ്റെ 20% ഇൻക്രീസ് ചെയ്യണം. നമുക്ക് അറിയാം എന്താണ് 12 ആണെന്ന് അറിയാം. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് 10 × 1 + 20/100 ഇട്ടാൽ കറക്റ്റ് കിട്ടും. അതായത് ഇതും കട്ടായി, ഇതും കട്ടായി 5. സോ എന്ത് കിട്ടും? ഇതും കട്ടായി എന്തായി 1/5 കിട്ടും. സോ 10 × ഇവിടെ 5 ആണ്, 5 + 6 എന്ത് കിട്ടും? 5 കിട്ടും. സോ ഇതും 2 കിട്ടും. സോ 12 ആണെന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും അറിയാത്തൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ 20ൻ്റെ പ്ലേസിൽ നമുക്ക് X ആണുള്ളത്. അതുകൊണ്ട് അതായത് എമ്മിൻ്റെ എത്രയോ പെർസെൻറ്റേജ് ഇൻക്രീസ് ആയി.
നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയോ ഇൻക്രീസ് ആയി, അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആവും? 5K ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആവും വർക്ക്. സോ ഇവിടെ നമുക്ക് ഈ കെയും ക്യാൻസൽ ചെയ്യാം, എമ്മും ക്യാൻസൽ ചെയ്യാം, ബാക്കി എക്സിൻ്റെ വാല്യൂ മാത്രമാണുള്ളത്. എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? 6/5 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 6/5 ഈക്വൽ ടു 1 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 100 ആണ്. അപ്പോൾ ഇത് 100 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 100 ആണെന്ന് കിട്ടും. ക്ലിയർ? ഇങ്ങനെ കിട്ടില്ലേ? ഇങ്ങനെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇങ്ങനെ ചെയ്യേണ്ട, 1 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 100 ആണെന്ന് എടുക്കാം. ഈ 1 നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. സോ 6/5 മൈനസ് 1 ഈക്വൽ ടു എക്സ് ബൈ 100 ആണെന്ന് എടുക്കാം. ക്ലിയർ? അപ്പോൾ ഇതെന്താ? അതെന്ത് കിട്ടും? ഇത് ഈക്വൽ ടു 1/5 ആണെന്ന് കിട്ടും. ഇത് 1/5 ആണ്, ഈക്വൽ ടു എക്സ് ബൈ 100. സോ എക്സ് ഈക്വൽ ടു 100/5, ദാറ്റ് ഈസ് ഈക്വൽ ടു 20% ആണ് ഇവിടെ ഇൻക്രീസ് ആയിട്ടുള്ളത്. ക്ലിയർ? 20%. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 20% ഇൻക്രീസ് ആയിട്ടുണ്ട്. ക്ലിയർ? നെക്സ്റ്റ് നോക്കാം. ഇതും 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താ ചെയ്യുക? എക്സ് വൈ സെഡ് ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻഡിവിജ്വലി ഇൻ 6 hours. അപ്പോൾ ഇവിടെ എന്താ? എക്സ് എന്ന് പറയുന്നത് 6 hours, വൈ എന്ന് പറയുന്നത് എത്രയാണ്? 8 hours, സെഡ് എന്ന് പറയുന്നത് 8 hours ആണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇവരുടെ LCM കണ്ടുപിടിക്കാമല്ലോ. എന്താണ്? കാണുമ്പോൾ തന്നെ അറിയാം 24 ആണ്. അപ്പോൾ ഇത് 4, 3, 3 ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ്. ഇനി ഹൗവർ ഓൺലി 1 person അറ്റ് എ ടൈം ക്യാൻ വർക്ക് ഈച്ച് അവർ. ഇത് അവറാണ് പറയുന്നത്. സോ നോബഡി ക്യാൻ വർക്ക് 2 consecutive hours. അപ്പോൾ അടുത്തടുത്തുള്ള 2 hours ഒരാൾക്ക് തന്നെ വർക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഓൾ ആർ എൻഗേജ് ടു ഫിനിഷ് ദ വർക്ക്. വാട്ട് ഈസ് ദ മിനിമം എമൗണ്ട്? മിനിമം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മിനിമം എമൗണ്ട് ആണ്. പലരും തെറ്റിക്കുന്ന ഇതാണ്, മിനിമം എമൗണ്ട് അവർ കാണില്ല. സോ വിൽ ടേക്ക് ടു ഫിനിഷ് ദ വർക്ക്. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ നിങ്ങൾ പലരും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ വർക്ക് എ ചെയ്യും, പിന്നെ ആദ്യത്തത് എക്സ് ചെയ്യും, രണ്ടാമത്തെ വൈ ചെയ്യും, മൂന്നാമത്തെ സെഡ് ചെയ്യും. അപ്പോൾ എന്താ? 3 മണിക്കൂറിൽ എത്രയാണ്? 6, 4, 10 വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയും. 3 മണിക്കൂറിൽ 3 hours 10 വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയും. പക്ഷെ അങ്ങനെ ചെയ്താൽ എന്താ? ടൈം കൂടുതലാണ്. അങ്ങനെ ചെയ്യരുത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം, കൃത്യമായി വായിച്ചു വെക്കണം. ഒരാൾ 2 കൺസിക്യൂട്ടീവ് ടൈമിൽ അവേഴ്സിൽ വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എക്സ് സ്റ്റാർട്ട് ചെയ്താൽ എക്സ് എത്ര വർക്ക് ചെയ്യും? 4. പിന്നെ വൈ സ്റ്റാർട്ട് ചെയ്യുന്നു, എത്രയാണ്? 3 വർക്ക്. പിന്നെ സെഡ് അല്ല, വീണ്ടും എക്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു, കൺസിക്യൂട്ടീവായി വർക്ക് ചെയ്തുകൂടാന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എത്രയാണ്? ഇത് വീണ്ടും 4 ആണ്. പിന്നെന്താ? സെഡിന് വർക്ക് ചെയ്യാം, 3 കിട്ടും. ക്ലിയർ? 3 ആണ് വർക്ക് ചെയ്യുക. ഇപ്പം നോക്കിയേ, ഇപ്പം എത്ര വർക്ക് അവേഴ്സായി? 4 hours. പിന്നെ വീണ്ടും ആരാ വർക്ക് ചെയ്യുന്നത്? എക്സ് വർക്ക് ചെയ്യുന്നു 4. വീണ്ടും ആരാ? വൈ വർക്ക് ചെയ്യുന്നു 3. സോ ഇപ്പോൾ ടോട്ടൽ എത്രയായി? ടോട്ടൽ എത്രയാണ് കംപ്ലീറ്റ് ആയത്? ഇപ്പോൾ ടോട്ടൽ 6 hours കംപ്ലീറ്റ് ആയി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എത്രയാണ്? 7, 21 കംപ്ലീറ്റ് ആയി. 6 hours കംപ്ലീറ്റ് ആയി. 6 hours 21 വർക്ക് കംപ്ലീറ്റ് ആയി. ക്ലിയർ? നെക്സ്റ്റ് ആരാ? വീണ്ടും എക്സ് വരണം. പക്ഷേ ഇവിടെ എക്സ് 4 വർക്ക് കംപ്ലീറ്റ് ചെയ്യും, 1 hour 4 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ ആക്ച്വലി ഇവിടെ 3 വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ടൈം എത്രയായിരിക്കും? അതായത് ആക്ച്വലി 4 വർക്കാണ് എക്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്, പക്ഷേ 4 വർക്ക് വേണ്ട, 3 വർക്ക് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ 3/4 വർക്കാണ് അവറിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇൻറ്റു 6 ചെയ്താൽ എത്ര മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് മനസ്സിലാവും. ക്ലിയർ? 1 hour 4 വർക്കാണ് ചെയ്യുന്നത്, പക്ഷേ 3 വർക്ക് ചെയ്താൽ മതി. സോ 3/4 × 60 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 45 മിനിറ്റ് എന്ന് കിട്ടും. സോ 6 hours + 45 മിനിറ്റ് ആണ് കിട്ടുക. 6 hours + 45 മിനിറ്റ് ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. പലരും തെറ്റിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 3 hour 10 വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നെടുക്കും. അപ്പം അങ്ങനെ വരുന്നാൽ തെറ്റാണ്. മിനിമം ടൈമാണ് ചോദിക്കുന്നത്. സോ എന്താണ്? 45 മിനിറ്റ് ആണ്. ഇനി പലരും തെറ്റിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എക്സ് എടുത്തു, അപ്പോൾ എക്സ് ഇവിടെ 1 hour കൂടെ കൂട്ടും, അപ്പോൾ 7 hour എടുക്കും. അപ്പോൾ അതും തെറ്റാണ്. ക്ലിയർ? ഇങ്ങനെയാണ് എടുക്കുക. എക്സ് എന്ന് പറയുന്നത് 4 വർക്കാണ് കംപ്ലീറ്റ് ചെയ്യുക, 1 hour 4 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ 4 വർക്ക് ലാസ്റ്റ് വേണ്ട, ഇവിടെ 3 വർക്ക് മാത്രം മതി. സോ 1 hour 4 വർക്കാണ്, 4ൽ 3 പാർട്ട് മാത്രം ചെയ്താൽ മതി. സോ 3/4 ഇൻറ്റു എത്ര അവറിലാണ്? 1 hour. ക്ലിയർ? ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ഇയർ ചോദിച്ചതാണ്, 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എക്സ് ക്യാൻ കംപ്ലീറ്റ് 1/3. അതായത് ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? എക്സ് ക്യാൻ കംപ്ലീറ്റ് 1/3 വർക്ക് 6 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫുൾ വർക്ക് എത്രയാണ്? നമ്മൾ ഇതുവരെ ചെയ്തതാണ് 18. അതുപോലെ വൈ ക്യാൻ കംപ്ലീറ്റ്
എത്രയാണ് 1/3 വർക്ക്. സെയിം വർക്ക് ഇൻ 8 days ആണ്. 8 days ആണ്. അപ്പോൾ ഫുൾ വർക്ക് എത്രയാണ്? 8 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 24. Z ആണെങ്കിലോ കംപ്ലീറ്റ് 3/4 വർക്കാണ്. സെയിം വർക്ക് ഇൻ 12 days. സോ എങ്ങനെയാണ് ഫുൾ വർക്ക് എങ്ങനെയാണ്? 12 × 4/3 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 12 × 4/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും. 16 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 18 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. വൈ എന്ന് പറയുന്നത് 24 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. Z എന്ന് പറയുന്നത് 16 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇവരുടെ LCM നമ്മൾ ഫൈൻഡ് ചെയ്യണം. LCM എങ്ങനെ ഫൈൻഡ് ചെയ്യും? വലിയ നമ്പർ നമ്മൾ മാറ്റി വെച്ചു, 24 മാറ്റി വെച്ചു. റിമൈനിങ് 18 ഉണ്ട്. അപ്പോൾ 18/24 ചെയ്യുക. അതുപോലെ 16/24 ചെയ്യാം. ക്ലിയർ? 18 കട്ട് ചെയ്താൽ നമുക്ക് 18 ഏത് വെച്ച് കട്ട് ചെയ്യാം? 6 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 വരും, ഇവിടെ 4 വരും. ന്യൂമറേറ്ററിൽ 3 കിട്ടി. ഇവിടെ നമുക്ക് 8 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ 2 വരും. 3യും 2 ആണ് ന്യൂമറേറ്ററിൽ വന്നത്. അതിൻ്റെ LCM എന്താണ്? അതിൻ്റെ LCM 6 ആണ്. 3 × 2 അതുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈക്വൽ ടു എന്താ? 144 ആണെന്ന് കിട്ടും. അപ്പോൾ LCM എന്താണ്? 144 ആണ് LCM. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ LCM കണ്ടുപിടിക്കുക, എഫിഷ്യൻസി കണ്ടുപിടിക്കാമല്ലോ. 18 ആണ്. 18 × 8 ആണ് 144. അതുപോലെ 24 × 6 ആണ് 16 × 9 ആണ്. ക്ലിയർ? ഇത്രയും കിട്ടി. ഓൾ ഓഫ് ദം വർക്ക് ടുഗദർ ഫോർ n days ആണ്. ആൻഡ് എക്സ് ആൻഡ് സെഡ് ക്വിറ്റ് ആൻഡ് വൈ അലോൺ ഫിനിഷ് ദ റിമൈനിങ് വർക്ക് ഇത്രയും ഡേയ്സ് കൊണ്ട് വർക്ക് ഫിനിഷ് ചെയ്യുന്നു. സോ ഇവർ മൂന്നും കൂടിയുള്ള എഫിഷ്യൻസി എന്താണ്? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന ഈ എഫിഷ്യൻസി എന്താണ്? 23 ആണ്. ക്ലിയർ? വൈ അലോൺ എന്ത് ചെയ്യുന്നു? വൈ അലോൺ ഫിനിഷ് ദ റിമൈനിങ് വർക്ക്. അപ്പോൾ ഇത് നോക്കാം നമ്മൾ. വൈ അലോൺ ഫിനിഷ് ദ റിമൈനിങ് വർക്ക്. അപ്പോൾ ലാസ്റ്റ് വർക്ക് എത്രയാണ്? വൈ അലോൺ ആണ് ഫിനിഷ് ചെയ്യുന്നത്. എത്ര വർക്കാണുള്ളത്? വൈ അലോൺ ഫിനിഷ് ചെയ്യുന്ന എത്ര ഡേയ്സ് കൊണ്ട് ഫിനിഷ് ചെയ്യും? 8 2/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 2 26 26/3 ഡേയ്സ് കൊണ്ടാണ് വൈ അലോൺ ഫിനിഷ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ 26/3 ഡേയ്സ് കൊണ്ട് ഫിനിഷ് ചെയ്യും. വൈൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 6 അല്ലേ? ഒരു ദിവസം 6 വർക്കാണ് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 26/3 ഡേയ്സ് കൊണ്ട് എത്ര കംപ്ലീറ്റ് ചെയ്യും? 26/3 × 6 ദാറ്റ് ഈസ് ഈക്വൽ ടു കട്ട് ചെയ്തു 52 വർക്ക് വൈ കംപ്ലീറ്റ് ചെയ്യും. വൈ അലോൺ കംപ്ലീറ്റ് ചെയ്യും. 52 വർക്കാണ് വൈ അലോൺ കംപ്ലീറ്റ് ചെയ്യുന്നത്. ടോട്ടൽ വർക്ക് എത്രയാണ്? 144 ആണ്. അതിൽ 52 വർക്ക് വൈ അലോൺ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ റിമൈനിങ് വർക്ക് എത്രയാണ്? 92 വർക്കാണ് റിമൈനിങ് ഉള്ളത്. ആ റിമൈനിങ് വർക്ക് ആരൊക്കെയാണ് ചെയ്യുന്നത്? ഇവിടെ നോക്കിയേ. ഓൾ ഓഫ് ദം വർക്ക് ടുഗദർ ഫോർ n days. ആദ്യം n days അവർ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് വൈ ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. വൈ ഒറ്റയ്ക്ക് എത്രയാണ്? 52 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം n days വർക്ക് ചെയ്തത് 92 വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തത് ഇവർ മൂന്നും കൂടിയിട്ടാണ്. 92 വർക്ക് ഡിവൈഡ് ബൈ എത്രയാണ്? ഇവരുടെ എഫിഷ്യൻസി 23. ക്ലിയർ? അത് ചെയ്താൽ n കിട്ടും. ക്ലിയർ? 23 × 4 ചെയ്താൽ എന്ത് കിട്ടും? 23 × 4 ആണ് 92. അപ്പോൾ ഇത് കട്ട് ചെയ്താൽ 4 കിട്ടും. n = 4 days. ക്ലിയർ? അപ്പോൾ 3 പേരും 4 ദിവസം വർക്ക് ചെയ്തു. അതിനുശേഷമാണ് എക്സും സെഡും ക്വിറ്റ് ചെയ്തത്. പിന്നെയാണ് വൈ അലോൺ എത്രയാണ്? 26/3 ഡേയ്സ് വർക്ക് ചെയ്തത്. ക്ലിയർ? അപ്പം ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 4 ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് LCM മെത്തേഡ് വെച്ച് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ പൈപ്പ് ആൻഡ് സിസ്റ്റം കൂടെ പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അത് പഠിക്കാം. ഓക്കെ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് കാണാം.